ഫസ്റ്റ് ഓഫ് ഓൾ ASPYQ സെഷൻ എന്താണ് എന്നൊന്ന് പരിചയപ്പെടുത്താം. ASPYQ സെഷൻ്റെ ഇത് 3ാമത്തെ വർഷമാണ്. ഞാനിത് 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ASPYQ സെഷൻ 1ന്റെ ഭാഗമായിട്ടുള്ള ആരും ഇപ്പോൾ ഇല്ല. ഉണ്ട്, ഒരാളുണ്ട്, ഗോപിക. ബാക്കി എല്ലാവരും സെക്കൻഡ് സെഷൻ ഉണ്ടായിരുന്നു കുറച്ച് പേര്. ഇതിപ്പോൾ അതിൻ്റെ 3rd ബാച്ചാണ്. ASPYQ സെഷൻ ഒന്നുമില്ല, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആക്കുക, നമ്മുടെ മൈൻഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്തിരി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരുന്ന് നമുക്ക് കുറേ പാറ്റേൺസ് ആ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. ഈ പാറ്റേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഒരു 10 ഇയേഴ്സിൻ്റെ PYQ നിങ്ങൾ എടുത്താൽ മതി. കഴിഞ്ഞ ഒരു 10 വർഷത്തെ PYQ എടുത്ത് നോക്കുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് സർട്ടൺ പാറ്റേൺ. ഈ ഒരു പാറ്റേണിലാണ് ഓരോ ക്വസ്റ്റ്യൻ ഈ ഒരു എക്സാമിനർ ഫ്രെയിം ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഇപ്പം നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ വെറ്ററൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഒരു പാറ്റേൺ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അവിടെയാണ് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്. യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ദി സെയിം തിങ്. നിങ്ങൾ രണ്ടുപേരും പഠിച്ച കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. പുതിയതായിട്ട് നിങ്ങൾ എന്താ അഡീഷണൽ പഠിക്കുന്നത് എന്താ ഒന്നുമില്ല. പക്ഷെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നല്ലൊരു ധാരണ മറ്റേ ആ വ്യക്തിക്കുണ്ട്. അപ്പോൾ ആ ഒരു ധാരണ എങ്ങനെ അദ്ദേഹത്തിന് കിട്ടി? അദ്ദേഹം PYQ നന്നായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. PYQ ലാസ്റ്റ് ഒരു 20 ഇയേഴ്സിൻ്റെ PYQ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, നമുക്കൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ 2015 സെക്ഷൻ എയുടെ അല്ലെങ്കിൽ സെറ്റ് എയിലെ ഒരു 10th ക്വസ്റ്റ്യൻ ആണ്. അത്രയും ഷുവറായിട്ട് പറയാൻ പറ്റുന്നവരുണ്ട്. അത്രയും നല്ല രീതിയിൽ PYQs സോൾവ് ചെയ്തവരുണ്ട്. അപ്പോൾ PYQs നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ഒന്ന്, കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പം നിങ്ങൾ ലാസ്റ്റ് ഒരു 10-15 ഇയേഴ്സിൻ്റെ എങ്കിലും PYQ കണ്ടന്റ് റിസർച്ച് ചെയ്യണം. പ്രോപ്പറായിട്ട് PYQ കണ്ടന്റ് റിസർച്ച് ചെയ്ത് അതിൻ്റെ അഡീഷണൽ കണ്ടന്റും കൂടെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളത് പഠിക്കണം. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സസൈസ്. ഇത് കൂടാതെ ഒരു PYQ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഇവിടെ പഠിക്കണം. ഇത് രണ്ട് എക്സസൈസ് ആയിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. അതിന് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതിനിപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഫോട്ടോണിൻ്റെ തന്നെ മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏത് കമ്പൈലേഷൻസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ, പഠിച്ചാൽ മതി. നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും അതിനകത്ത് നല്ല രീതിയിൽ നിങ്ങൾ കണ്ടന്റ് റിസർച്ച് ചെയ്ത് ഒരു ലാസ്റ്റ് 10-15 ഇയേഴ്സിൻ്റെ PYQ ഇറ്റ് ഷുഡ് ബി തറോ ഫോർ യു. അതിനകത്ത് ഓരോ ചോദ്യം ഏത് വർഷം വന്നേ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ഗീവ് യു എൻ എക്സ്ട്രാ എഡ്ജ്. നിങ്ങൾക്ക് കിട്ടും ഒരു എക്സ്ട്രാ എഡ്ജ്. ഒരു എക്സ്ട്രാ എഡ്ജ് എന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ മാർക്കല്ല, 25 to 30 മാർക്സ് വരെ നമുക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് PYQ അത്ര നന്നായിട്ട് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ സ്റ്റേജ് കഴിഞ്ഞ ഒരു വ്യക്തി അടുത്തൊരു 1 മാസം കൊണ്ട് അടുത്ത പ്രിലിംസും ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഹി ഹാസ് സം എക്സ്ട്രാ എഡ്ജ്. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മൾ ആരും PYQ വേണ്ട രീതിയിൽ നോക്കിയിട്ടുണ്ടാകും, പക്ഷെ നോക്കേണ്ട രീതിയിൽ നോക്കിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. അപ്പോൾ PYQ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ പാറ്റേൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമിനർ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പല വീഡിയോസിലും കാണും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ആ ഒരു എക്സാമിനറിൻ്റെ തലയിൽ കയറി ഇരുന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ടെലിങ് യു, നിങ്ങൾ ആ ഒരു എക്സാമിനറാണ്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുവാണ്. അപ്പോൾ ഒരു എക്സാമിനറിന് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാനുള്ള ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ റോങ് ആക്കാം. കാരണം അവർക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. they will have to make the question out of that statement. അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ അവർക്ക് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ആ ഒരു എക്സാമിനറിൻ്റെ കയ്യിലുണ്ടായിരിക്കും. അപ്പം ഈ ഒരു മെത്തേഡ്സ് എന്താണ്? നിങ്ങളൊരു എക്സാമിനർ ആയി കണ്ട് നിങ്ങളൊരു എക്സാമിനറിൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സസൈസിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ലാസ്റ്റ് 8 ഇയേഴ്സിൻ്റെ പേപ്പർ എടുക്കും, ഫ്രം 2018 to 2025. ഈ 8 വർഷത്തെ പേപ്പറിലുള്ള 800 ചോദ്യവും യു വിൽ ഡു ഇറ്റ് ഹിയർ. നമ്മൾ ഈ 800 ചോദ്യവും ഇവിടെ സോൾവ് ചെയ്യും. ബീറ്റ് സ്റ്റാറ്റിക്, ബീറ്റ് കറണ്ട് അഫയേഴ്സ്, അത് നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഐ എം ഗോയിങ് ടു മേക്ക് യു ഡു ഓൾ ദി 800 ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് ചെയ്യുന്നത് കുറേ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യുവർ നോളജ് ഈസ് ദ കിങ്. അതിനകത്ത് അത് വിട്ടുള്ളൊരു കളിയില്ല. നമുക്ക് നോളജ് ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫൗണ്ടേഷൻ നമുക്ക് ബിൽഡ് ചെയ്തെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കാം.
ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ASP വാക്യൂ സെഷൻസിലൂടെ. അപ്പോൾ ഓൾറെഡി ഐ ബിലീവ് യു ഹാവ് ദാറ്റ് ഫൗണ്ടേഷൻ. നമുക്കൊരു പുതിയൊരാൾക്ക് പെട്ടെന്ന് ഒന്നും പഠിക്കാണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ ക്വസ്റ്റ്യൻസിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നോളജും കൂടെ അതിൻ്റെ ഇൻ്റർലിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറേ കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അടുത്ത ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഈ ട്രിക്സ് ടെക്നിക്സ് എന്ന രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇപ്പോൾ നിങ്ങൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് നോക്കിയോ, ട്രിക്സ് ടെക്നിക്സ് എന്ന രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാം, UPSC എന്തൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അവർക്ക് അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ PCMന് ആൾ വരത്തില്ല, അതൊരു കാരണമുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരണമെന്ന് ഒരു ഉറപ്പുമില്ല, ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അവർക്കൊരു റിസ്ക്കാണ്. കാരണം നെക്സ്റ്റ് ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ തന്നെ നിങ്ങളിപ്പോൾ പഠിച്ചു വയ്ക്കുകയാണ്, അടുത്ത വർഷം ചെയ്യുവാണ്, ചിലപ്പം തെറ്റിപ്പോകും. അപ്പോൾ ആ ഒരു റിസ്ക് അവർക്ക് എടുക്കാൻ താല്പര്യമില്ല, മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട്സും എടുക്കത്തുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരും, കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസിലൂടെ ചെയ്യുകയും ചെയ്യും, കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, കുറേ അപ്രോച്ചസ് നിങ്ങൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതിനകത്ത് 100% ഇത് ശരിയാകും അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതൊരു പാറ്റേൺ ആണ്. USCയുടെ PYQ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ധാരണയിൽ ഇരിക്കരുത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് 100% ശരിയാകും എന്ന ധാരണയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ തെറ്റിപ്പോവും എന്തായാലും. പക്ഷെ നമുക്ക് നെറ്റ് പോസിറ്റീവായ പോരെ. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യമല്ലേ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് അതിനകത്ത് അറിയുന്ന ചോദ്യം എത്ര ചോദ്യം കാണും? 100 ഔട്ട് ഓഫ് ദി 100 ക്വസ്റ്റ്യൻസ്. അത്രയും നിങ്ങളൊരു ബ്രില്യൻ്റ് ആണെങ്കിൽ യു മൈറ്റ് ബി ഏബിൾ ടു ഡു 40 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മേ ബി 45 ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് പല റൗണ്ട്സിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഐ വാസ് എ വെരി ആവറേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ റൗണ്ടിൽ ഒരു 30 മാക്സിമം 35 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പോകാറുള്ളൂ. മീൻസ് ഷുവറായിട്ട് എനിക്ക് അറിയുന്ന ചോദ്യങ്ങൾ. പക്ഷേ എനിക്ക് PYQൻ്റെ ഭയങ്കര ധാരണയുണ്ട്. PYQസിൽ എന്ത് വന്നാലും ഐ വിൽ ബി ഏബിൾ ടു സോൾവ് ഇറ്റ്. PYQൻ്റെ രീതിയിൽ ഞാൻ പഠിച്ചു വെച്ചേക്കുന്ന രീതിയിൽ എങ്ങനെ ചോദ്യം വന്നാലും ഐ വിൽ യൂസ് ദി സെയിം അപ്രോച്ച്. അപ്പോൾ എൻ്റെ ഒരു ബ്രെയിൻ ഞാൻ അങ്ങനെ വയർ ചെയ്ത് വെച്ചേക്കുവാണ്. തെറ്റിയാലും എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് മൈ നെറ്റ് ഷുഡ് ബി പോസിറ്റീവ്. എനിക്ക് കൂടുതൽ നെഗറ്റീവ്സിലേക്ക് പോകാണ്ട് എൻ്റെ നെറ്റ് എഫക്റ്റ്, എനിക്ക് അറിയാത്ത ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് പോസിറ്റീവ് ആയാൽ എനിക്ക് മതി. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു മൈൻഡ് ട്യൂണിങ് തന്നെയാണ്. ഓരോ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു മസിൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യാം, ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു ചോദ്യം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് ഹാസ് ടു ബി ഇൻ ദിസ് വേ എന്ന് നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ പറയാൻ പറ്റണം. നമുക്ക് തിങ്ക് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആ ഒരു അപ്രോച്ചിലൂടെ സോൾവ് ചെയ്യാൻ പറ്റണം. ഇറ്റ് കുഡ് ഗെറ്റ് റോങ്, ഒരു നിർബന്ധവും ഇല്ല അത് ശരിയാകണമെന്ന്. ഞാനും ആർക്കും ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല ദാറ്റ് ബിക്കോസ് ഓഫ് ദിസ് സെഷൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ക്ലിയർ ദി പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗ്യാരണ്ടിയും ആർക്കും തരത്തില്ല. ദിസ് സെഷൻ കുഡ് ഹെൽപ്പ് യു ഗെയിൻ സം 20-25 മാർക്സ്. അത് നിങ്ങൾക്ക് നോളജിൻ്റെ നിങ്ങളുടെ ആ ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, അതിൻ്റെ മുകളിൽ certain things could help you. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഈ ഒരു സംഭവം ഡിപ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രിലിംസ് പാസ്സാവത്തില്ല. പ്രിലിംസ് പാസ്സാവണമെങ്കിൽ അതിന് പ്രോപ്പർ നോളജ് വേണം. നോളജ് മാത്രം കൊണ്ട് പ്രിലിംസ് പാസ്സാകുന്ന കുറേ പേരുണ്ടായിരിക്കും, ബട്ട് ഇറ്റ്സ് റെയർ. ഇപ്പോൾ ഒരു 60-70 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 65 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് ഒരു 100-110-120 മാർക്ക് മേടിക്കുന്നവരുണ്ട്. 60-70 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് 100-ന് മേളിൽ മാർക്ക് മേടിക്കുന്നവരുണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് അസ് ഡസ് നോട്ട് ലൈ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പെടാത്തവരാണ്. നമ്മുടെ ആക്യുറസി അത്രയും ഒരു 80-85 അല്ലെങ്കിൽ 90% ആക്യുറസി ഒന്നും നമുക്ക് കാണത്തില്ല. സോ വി വിൽ ഹാവ് ടു ടേക്ക് ചാൻസസ്. നമുക്ക് ചാൻസ് എടുക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എന്താണ്, പൊടിക്കൈകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഈ ഒരു സെഷൻസിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറയുകയാണ്, ഈ സെഷൻസിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കും. എഴുതി വെച്ച് നിങ്ങളിത് കുറേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കും. ഒരു കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? യു ഹാവ് ടു പ്രാക്ടീസ്. ഈ സംഭവങ്ങൾ നിങ്ങൾ അൺലെസ് ആൻഡ് അണ്ടിൽ യു പ്രാക്ടീസ് ഇൻ പ്രോപ്പർ എഫേർട്ടീസ്, നല്ല ക്വാളിറ്റി എഫേർട്ടീസ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നോ യു ഡു ഇറ്റ് ദെയർ. ഞാൻ സെക്ഷണൽ ടെസ്റ്റുകളൊന്നുമല്ല നിങ്ങളോട് പറയുന്നത്, പ്രോപ്പറായിട്ട് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് GSൻ്റെ എല്ലാ സബ്ജക്ട്സും പഠിച്ചു കഴിഞ്ഞേ നിങ്ങൾ ടെസ്റ്റ് എടുക്കത്തുള്ളൂ എന്നൊരു ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബാക്ക് ഫയർ.
യു ഹാവ് ടു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ദിസ്. കാരണം ഇതിന് നമുക്കൊരു മസിൽ മെമ്മറി ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഡയലമ എക്സാം ഹോളിൽ ഇരുന്ന് ഉണ്ടാവും. നിങ്ങൾ പലരും ഇത് പല സെഷൻസും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ബട്ട് സ്റ്റിൽ ആ എക്സാം ഹോളിൽ ഇരുന്ന് നിങ്ങളത് മാർക്ക് ചെയ്തില്ല. നമുക്ക് ഇതറിയാം, ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ഇത് തെറ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു ടൈമിൽ നമ്മുടെ ഹാഫ് നോളജ് വർക്ക് ചെയ്യും അല്ലേ? നമുക്ക് ഒരു പാർഷ്യൽ നോളജ് കാണും. ഈ ഹാഫ് നോളജ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് വില്ലൻ. ഈ ഹാഫ് നോളജ് വെച്ച് നമ്മൾ എവിടെയോ എന്നോ കേട്ടിട്ടുള്ളൊരു സംഭവം ആ ഒരു ഓർമ്മയിൽ നമ്മളത് മാർക്ക് ചെയ്യും. നമുക്കൊരു ഒരു സെറ്റ് രീതിയുണ്ട് നമുക്കത് ചെയ്യേണ്ടതെന്ന്. നമ്മൾ അതിനകത്തുനിന്ന് വീണ്ടും മാറി നമ്മുടെ ഒരു ഓൺ ലോജിക് ഉണ്ടല്ലോ. UPSC has a certain pattern. UPSC has a certain logic when it creates the question or frames the question. അപ്പോൾ അതിനകത്തുനിന്ന് മാറി ആ ഒരു എക്സാം ഹോളിൽ നിന്ന് നമ്മളിനി ആലോചിക്കും, ഇത് ഇങ്ങനെയാണോ വരുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എവിടെയോ കേട്ടിട്ടുണ്ട്. സോ വിൽ ടെൻഡ് ടു മാർക്ക് ദി റോങ് ആൻസർ. ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം നമ്മളിത് എക്സാം ഹോളിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഏത് പേപ്പറാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പേപ്പർ എടുത്ത് പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ യു ഹാവ് ടു പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ഓരോ രീതികൾ. അപ്പം നമുക്ക് ഇവിടെ നല്ല പേപ്പറുകളും യു വിൽ ഗെറ്റ് ഗുഡ് പേപ്പേഴ്സ് ആൻഡ് യു വിൽ ഗെറ്റ് വെരി ബാഡ് പേപ്പേഴ്സ്. മെജോറിറ്റി പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് പേപ്പേഴ്സ് ആയിരിക്കും. ട്രൈ ടു ഫൈൻഡ് ദി ആവറേജ് ആൻഡ് ദി ഗുഡ് പേപ്പേഴ്സ്. നിങ്ങൾ ബാഡ് പേപ്പേഴ്സ് ഇവിടെ ഉണ്ട്, മാക്സിമം അത് അവോയ്ഡ് ചെയ്യും. അതിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഇല്ല. നല്ല നല്ല പേപ്പറുകൾ എടുത്ത് ചെയ്യുക. കാരണം ഈ പാറ്റേൺസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതെല്ലാവർക്കും ഇത് ഓപ്പൺ സെഷനാണ്. ഇഫ് യു ഫൈൻഡ് ദി സെഷൻ ബെനിഫിഷ്യൽ ഫോർ യു, യു ക്യാൻ ജോയിൻ. ആർക്കും ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമിനും ആരെയും നിർബന്ധിക്കാറില്ല. നമ്മൾ ഒരിടത്തും കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ് ബെനിഫിറ്റ്സ് യു. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുവാണ്. ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് ദി സെഷൻസ് ആർ ഗുഡ് ഇനഫ്, യു ഡോണ്ട് ഹാവ് ടു ജോയിൻ. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ ആദ്യം കരുതിക്കണം. സെഷൻസ് നല്ലതാണ്, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് എങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഇതുപോലെ തന്നെ ടെസ്റ്റ് സീരീസിൻ്റെ കാര്യം, ഞങ്ങളിവിടെ ഒരു ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ കംപ്രൈസ് ഓഫ് 10 ഫുൾ ലെങ്ത് ടെസ്റ്റ്. 10 ഫുൾ ലെങ്ത് ടെസ്റ്റ്. എൻ്റെ മെയിൻ ഉദ്ദേശം ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ്. അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ്. ഇഫ് യു ഹാവ് അറ്റംപ്റ്റഡ് ദി ഫസ്റ്റ് ടെസ്റ്റ് ഓപ്പൺ ആയിരുന്നു. ഈ ഒരു പാറ്റേൺ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ PYQ ഫോക്കസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളാണ്. PYQയിൽ വരുന്ന റിപ്പീറ്റഡ് തീംസ്, PYQവിൻ്റെ ഒരു പാറ്റേൺ മാത്രം ഫോളോ ചെയ്യുന്നൊരു തീംസാണ്, ടെസ്റ്റുകളാണ് ആ 10 ടെസ്റ്റുകൾ. പക്ഷെ അതിനകത്തും കുറേ ട്വിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ചെയ്ത തെറ്റുന്ന രീതിയിലാണ് ഫ്രെയിം ചെയ്തേക്കുന്നത്. ഗുഡ്, ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദി എക്സാം ഹോൾ. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവും. ആർക്കും ഇവിടെ 150-200 മാർക്കിൻ്റെ ആവശ്യമില്ലല്ലോ. വിൽ ജസ്റ്റ് ഹാവ് ടു പാസ്. 100 മാർക്ക് മേടിച്ചാൽ നമ്മളിപ്പോൾ സേഫ് സോൺ ആണെന്ന് പറയാൻ പറ്റും. CSAT ഓക്കെ ആണെങ്കിൽ 100 മാർക്ക്. ആ 100 മാർക്കിന് വേണ്ടിയാണ് ഈ പെടാപ്പാട് നമ്മൾ പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും 150 മാർക്കും 200 മാർക്കും ഒന്നും സ്കോർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ 100 മാർക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ മാറി ആരേ ബെഗോ സ്റ്റീലോ എന്ത് വേണമെങ്കിലും ചെയ്തോ, യു വിൽ ഹാവ് ടു ഗെറ്റ് ദാറ്റ് മാർക്ക്, 100 മാർക്സ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇതും ഹെൽപ്പ് ചെയ്യും, ഈ FLTസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ഈ FLTs അല്ലെങ്കിൽ ഏത് FLT ആണെങ്കിലും യു ചൂസ് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഗുഡ്, യു ഫോളോ ഇറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2018 മുതൽ 2025 വരെയുള്ള പേപ്പേഴ്സാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ 2018 എടുക്കും, എന്നിട്ട് ഓരോ ഓർഡറിൽ നമ്മൾ 2025 വരെ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, യു വിൽ സീ റിപ്പീറ്റഡ് തീംസ്, യു വിൽ സീ റിപ്പീറ്റഡ് പാറ്റേൺസ്. ഇത് വീണ്ടും വീണ്ടും UPSC റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഹോംവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ഇഫ് ഐ കംപ്ലീറ്റ് 30 ക്വസ്റ്റ്യൻസ്, ഞാനൊരു റിപ്പീറ്റഡ് തീംസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. യു വിൽ ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ് തീംസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യം ആ തീംസ് വരും. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇന്ന് 20 ചോദ്യം നമുക്ക് കാണാൻ പറ്റില്ല. അടുത്ത ദിവസം കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. മാക്സിമം ഒരു 2018 അല്ലെങ്കിൽ ഓരോ വർഷത്തെ പേപ്പർ നമ്മളൊരു 3 സെഷൻസിൽ കവർ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. സോ ഓൾ ടുഗെദർ ഇറ്റ് വിൽ കം അറൌണ്ട് 25 to 30 സെഷൻസ്, ഡിപ്പെൻസ്. 25-30 സെഷൻസ് വരും. സോ ഇറ്റ് വിൽ ഗെറ്റ് കവേർഡ്. നിങ്ങളുടെ ആ 8 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത്, അല്ലെങ്കിൽ ആ റിപ്പീറ്റഡ് തീംസ് എല്ലാം അതിനകത്ത് സോൾവ് ആക്കും നമ്മൾ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എഫേർട്ട് ഇടണം. നിങ്ങൾക്ക് വേണ്ടി ഞാനിടുന്ന എഫേർട്ട് എന്താണ്? ഈ പാറ്റേൺ ഡീകോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അത് ചെയ്യണ്ട, അതിവിടെ ഞാൻ ചെയ്തു തരാം. പക്ഷേ യു ഹാവ് ടു വർക്ക് ഓൺ ദി കണ്ടന്റ്. ഓക്കെ, കണ്ടന്റ് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തരും. ഐ ഹാവ് നോട്ടഡ്
സം കണ്ടന്റ് ഹിയർ, കുറച്ചൊക്കെ പറഞ്ഞു തരും. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് തീംസ് ഉണ്ടെങ്കിൽ ആ തീംസ് നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റും. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ചോദ്യം നമ്മൾ കാണുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു ലോക്സഭ ആൻഡ് രാജ്യസഭ. ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. ലോക്സഭ രാജ്യസഭ എന്ന് പറയുന്നൊരു തീം, പാർലമെന്റ് എന്ന് പറയുന്നൊരു തീം. ഈ ലോക്സഭ രാജ്യസഭ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം? 2015 രാജ്യസഭ ഹാസ് നോ പവർ either to reject or amend a money bill. 2016 a bill pending in the Lok Sabha lapses on its prorogation. 2023 when the Lok Sabha transits finance bill to Rajya Sabha. 2016 Parliament of India acquires the power to legislate on any item list in the national interest. Lok Sabha by a simple majority, Lok Sabha by a majority of not less than Rajya Sabha. Again അടുത്ത 2024 bill pending in Lok Sabha. എത്ര ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു ഫിനാൻസ് ബില്ലിൻ്റെയും മണി ബില്ലിൻ്റെയും കണക്റ്റഡ് ടു ലോക് സഭ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. യു വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ തീംസ് ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യും. ഈ തീംസ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് അല്ല ഒരു ടോപ്പിക്ക് വായിച്ചു കഴിയുമ്പോൾ യു വിൽ ഹാവ് ടു ടേക്ക് എക്സ്ട്രാ എഫേർട്ട് ടു കവർ ദി ലോക്സഭ ആൻഡ് രാജ്യസഭ ഇൻ ഇറ്റ്സ് ഫംഗ്ഷൻ. ആ ലോക്സഭ രാജ്യസഭ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യവും കവർ ചെയ്യണം. അപ്പോൾ എന്താണ് അതിനകത്ത്? സ്പീക്കർ വരും, ഡെപ്യൂട്ടി സ്പീക്കർ വരും, ഇതെല്ലാം അതിനകത്ത് കവേർഡ് ആയിരിക്കണം ആ ഒരു തീമിൽ. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള തീംസ് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കാണും. അപ്പോൾ ആ ഒരു എക്സസൈസ് നിങ്ങൾ അടുത്ത സെഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് കവർ ചെയ്തേക്കണം. വിൽ ഹാർഡ്ലി കവർ 30 ക്വസ്റ്റ്യൻസ് ഇൻ എ സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടും ഇത് കവർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യം കഴിയുമ്പോഴും ഓരോ ചോദ്യത്തിനും ഐ വിൽ ഗിവ് യു 30 seconds ടു സോൾവ്. നിങ്ങൾക്ക് എല്ലാവർക്കും 2018 പേപ്പർ ഏതാ ആൻസർ എന്ന് കാണാതെ അറിയാം. ഇത് എനിക്കും അറിയാം നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് ഈസി ആയിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇപ്പം നിങ്ങൾ തൽക്കാലം നോളജ് യൂസ് ചെയ്യാതെ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും നിങ്ങളൊരു എക്സാമിനറാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഫ്രെയിം ചെയ്യുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ട്രാപ്സ് ആണ് ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി പോകണം. അപ്പോൾ നിങ്ങളൊരു എക്സാമിനറാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഫ്രെയിം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്ന രീതിയിലൊന്ന് ആലോചിച്ചിട്ട് വേണം ഇതിനകത്ത് ആൻസറിലേക്ക് എത്താൻ. ഡോണ്ട് യൂസ് യുവർ നോളജ്. നോളജ് വേണം. ഇപ്പോൾ തൽക്കാലം നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റിക് നോളജ് യൂസ് ചെയ്യാണ്ട് എങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്ന് നോക്കുക. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 30 seconds ഞാൻ നിങ്ങൾക്ക് തരും. ഓൺലൈൻ ഇരിക്കുന്നവരൊക്കെ ആൻസർ മെസ്സേജ് ചെയ്താൽ മതി. ഓൺലൈൻ ഇരിക്കുന്നവരൊക്കെ ആൻസർ മെസ്സേജ് ചെയ്തോ. കിട്ടിയോ ആൻസർ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഫാക്ച്വൽ ചോദ്യമാണല്ലേ. ആൻസർ നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ അധികം ബ്രെയിൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ടു മച്ച്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഇൻ ദി ഫസ്റ്റ് ലോക്സഭ ദി സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദി ഒപ്പോസിഷൻ വാസ് ദി സ്വതന്ത്രത പാർട്ടി. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. യു മൈറ്റ് നോട്ട് നോ ഇറ്റ്. പക്ഷെ ഇത് ലക്ഷ്മി അതിൽ ഡയറക്റ്റ് ഉണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഇല്ല. ഉറപ്പാണോ? ബോക്സിലൊന്നും ഇല്ല. ബോക്സിലുണ്ടോ? മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടോ ഇത്? അവസാനം ബോക്സിൽ എന്തെങ്കിലും? ജസ്റ്റ് സി. എനിവേ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ദി ലോക്സഭ എ ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ വാസ് റെക്കഗ്നൈസ്ഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 1969. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ടുണ്ടോ? ഇൻ ദി ലോക്സഭ ദി ലീഡർ ഓഫ് ഒപ്പോസിഷൻ വാസ് റെക്കഗ്നൈസ്ഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 1969. തേർഡ് സ്റ്റേറ്റ്മെന്റ്. In the Lok Sabha, if a party does not have minimum of 75 members, its leader cannot be recognized as the leader of the opposition. അത് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ? ഏറ്റവും എളുപ്പം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ? തേർഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? നോളജിന്റെ ആവശ്യം മതിയല്ലോ. നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണോ? യൂഷ്വലി UPSC ഒരു ഡേറ്റ തരുമ്പോൾ അത് തെറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലേ?
ഒരു ഡേറ്റ തരുവാണെങ്കിൽ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയല്ലേ UPSCയുടെ. UPSC ഒരു ഡേറ്റ തരുമ്പോൾ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഡേറ്റ മാത്രമേ ഉള്ളെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് ഡേറ്റ വുഡ് ബി റോങ്. അത് നമുക്ക് എല്ലാവർക്കും കാര്യം ആ രീതിയിൽ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാം. ഇതല്ലാണ്ട് തന്നെ അറ്റ് ദി ബാക്ക് ഓഫ് ദി മൈൻഡ് നമ്മളിത് പഠിച്ച കാര്യങ്ങളൊന്ന് റീവിസിറ്റ് ചെയ്തേ. നമ്മൾ 75 എന്ന് പറയുന്ന ഒരു നമ്പറാണ് അവിടെ പഠിച്ചേക്കുന്നത്, ഒരു 10% ആണ് പഠിച്ചേക്കുന്നത്. നമ്മൾ 10% എന്നല്ലേ പഠിച്ചേക്കുന്നത്. ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? ആ ഒരു നോളജ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. 10% എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് പറയുന്നത്? 10% കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് പറയുന്നത്? ഞാനിവിടെ ഒന്നുകൂടെ ഇടുക. ഇൻ ദി ലോക്സഭ, according to the constitution in the Lok Sabha, if a party does not have a minimum of 55 members, its leader cannot be recognized as the leader of the opposition. As per the constitution, in the Lok Sabha, if a party does not have a minimum of 55 members, its leader cannot be recognized as the leader of the opposition എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും കൂടെ ഫ്രെയിം ചെയ്യുക ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. എപ്പോഴാണ് ആദ്യമായിട്ട് ലീഡർ ഓഫ് ഒപ്പോസിഷനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ 1969. ആദ്യത്തെ ലീഡർ ആരായിരുന്നു? ആദ്യത്തെ ലീഡർ AKG ആണോ? 1969 വന്ന ലീഡറാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആയ സമയത്ത്. സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ കിട്ടിയതിന് ശേഷമുള്ള ലീഡറിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആയതിനു ശേഷമുള്ള ലീഡറിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അതാരാണ്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആയതിനു ശേഷം ഏത് സമയത്താണ് കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആവുന്ന എപ്പോഴാണ്? 1969 കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആവുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ ടൈം എപ്പോഴാണ്? 64. ഇനി അത് കഴിഞ്ഞിട്ട് ആരാ വന്നേ? ലാൽ ബഹാദൂർ ശാസ്ത്രി വന്നു അല്ലേ? 64 to 67 ആണെന്ന് തോന്നുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി വരുന്നത്. ഓക്കെ, ഈ ഒരു ടൈം പീരീഡ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. ആരാണ് പറഞ്ഞോ? മൊറാർജി ദേശായി എപ്പോഴാണ് വരുന്നത്? 77 to 79 ആണ് മൊറാർജി ദേശായി വരുന്നത്. ഞാൻ ചോദിച്ചത് ആദ്യത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആരാണെന്നാണ്. രാം സുഭാഷ് സിംഗ് കേട്ടിട്ടുണ്ടോ? രാം സുഭാഷ് സിംഗ്. കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആയതിനു ശേഷം രാം സുഭാഷ് സിംഗ് became the first recognized leader of the opposition. ഇനി സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ കിട്ടിയായിരുന്നു ഈ ഒരു ടൈമിൽ. സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ എപ്പോഴാണ് കിട്ടുന്നത്? 1977 സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞേക്കുന്നത്? ഇൻ ദി ഫസ്റ്റ് ലോക്സഭ ദ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദി ഒപ്പോസിഷൻ വാസ് ദി സ്വതന്ത്രത പാർട്ടി. സ്വതന്ത്രത പാർട്ടി ആരാ ഫോം ചെയ്തേക്കുന്നത്? ഏത് വർഷമാണ് സ്വതന്ത്രത പാർട്ടി ഫോം ചെയ്തേക്കുന്നത്? ഇതൊക്കെ പഠിച്ചിരിക്കേണ്ട കാര്യമല്ലേ? ഏത് വർഷം ആരാണ് സ്വതന്ത്രത പാർട്ടി ഫോം ചെയ്തേക്കുന്നത്? സി രാജഗോപാലാചാരി. എപ്പോഴാണ്? വർഷം ഏതാണ്? 1959 സ്വതന്ത്രത പാർട്ടി ഫോം ചെയ്തേക്കുന്നത്. ആ ഫാക്ട് അറിയാമെങ്കിൽ നമുക്ക് കിട്ടത്തില്ലായിരുന്നോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത 50-50 വരുവാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോണം. സി രാജഗോപാലാചാരി 1959 സ്വതന്ത്രത പാർട്ടി ഫോം ചെയ്തേക്കുന്നത്. ആദ്യത്തെ നോൺ കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വരുന്നത് എപ്പോഴാണ്? മൊറാർജി ദേശായി 77. ഈ കാലഘട്ടമൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഹു വാസ് ദി പ്രൈം മിനിസ്റ്റർ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് എന്ന് പറഞ്ഞ ചോദ്യം വരുന്നുണ്ട് നമുക്ക്. അപ്പൊ നിങ്ങൾ ആ പ്രൈം മിനിസ്റ്റർഷിപ്സിന്റെ ആ ടേം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അത് എളുപ്പമാണ്. ഓക്കെ, ആദ്യത്തെ നോൺ കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വരുന്നത് എപ്പോഴാണ്? എമർജൻസിക്ക് ശേഷം 1977. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യായിരുന്നു? സ്ട്രെയിറ്റ് ഫോർവേഡ് നമ്മൾ 75 എന്ന് പറയുന്ന നമ്പർ എലിമിനേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ യു വുഡ് ഗെറ്റ് ദി ആൻസർ. നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു തീമാണ് ലോക്സഭ ആൻഡ് രാജ്യസഭ. ലോക്സഭ ആൻഡ് രാജ്യസഭ കാരണം ചോദിച്ചേക്കുന്നുണ്ടോ? 2015
ലോക്സഭ രാജ്യസഭ ദെയർ പവർ ടു അമെൻഡ് ദി മണി ബിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 2016 എ ബിൽ പെൻഡിങ് ഇൻ ദി ലോക്സഭ ലാപ്സസ് ഓൺ ഇറ്റ്സ് പ്രൊറോഗേഷൻ. അപ്പം മണി ബില്ലിനെ കണക്ട് ചെയ്ത് ചോദിച്ചു, ഓർഡിനറി ബില്ലിനെ കണക്ട് ചെയ്ത് ചോദിച്ചു. അടുത്ത 2023 ഫിനാൻസ് ബിൽ ആൻഡ് മണി ബില്ലിനെ കണക്ട് ചെയ്ത് അടുത്ത വീണ്ടും ചോദ്യം. 2016 ഇതിന്റെ തൊട്ട് 2 വർഷം മുമ്പേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇഫ് ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ അക്വയർസ് പവർ ടു ലെജിസ്ലേറ്റ് ഓൺ എനി ഐറ്റം ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ ദി നാഷണൽ ഇൻട്രസ്റ്റ് ഇഫ് എ റെസൊല്യൂഷൻ ടു ദാറ്റ് എഫക്ട് ഈസ് പാസ്ഡ് ബൈ. അടുത്ത സ്റ്റേറ്റ്മെന്റ്സിലും ലോക്സഭ രാജ്യസഭയെ കുറിച്ചാണ് വീണ്ടും വന്നേക്കുന്നത്. 2024 എ ബിൽ പെൻഡിങ് ഇൻ ദി ലോക്സഭ. ഇത് എത്ര തവണ ചോദിച്ചു? എ ബിൽ പെൻഡിങ് ഇൻ ദി ലോക്സഭ ആൻഡ് രാജ്യസഭ. ഇത് കൂടാതെ എക്സ്ക്ലൂസീവ് പവേഴ്സ് ഓഫ് ലോക്സഭ, എക്സ്ക്ലൂസീവ് പവേഴ്സ് ഓഫ് രാജ്യസഭ, ഈ കാര്യങ്ങളെല്ലാം ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഫെർദർ റിസർച്ച് ചെയ്യേണ്ട ഏരിയാസ് ഇതാണ്. ഓക്കെ, ഈ 10% റൂൾ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഹൂ വാസ് മാവ്ലിങ്കർ? ഫസ്റ്റ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ സമയത്തും ഇദ്ദേഹം തന്നെയായിരുന്നോ? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നല്ലോ ഇതിന് മുമ്പ്, ആ സമയത്തും ഇദ്ദേഹം തന്നെയായിരുന്നു. ഇദ്ദേഹം പിന്നെ ഇലക്ഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ 51-52 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. അതിനുശേഷം വന്ന സ്പീക്കറും മാവ്ലങ്കർ തന്നെയാണ്. ഇത് മാവ്ലങ്കർ റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. 10% റൂളിനെ മാവ്ലങ്കർ റൂൾ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ റൂൾസ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പ്രിവിലേജസ്, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, കമ്മിറ്റി ഓൺ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ കമ്മിറ്റീസ്. റിപ്പീറ്റ് എടുക്കാൻ 2024 എത്തിക്സ് കമ്മിറ്റി ചോദിച്ചേക്കുന്നു. ഈ വർഷം 2018 കമ്മിറ്റി റിലേറ്റഡ് ചോദ്യം വരുന്നുണ്ട്. പാർലമെന്ററി കമ്മിറ്റീസ് ചോദ്യം വരുന്നുണ്ട്. അപ്പൊ കമ്മിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണ്. ഓക്കെ, അപ്പൊ ഈ തീംസ് നിങ്ങൾ റിസർച്ച് ചെയ്തോണം. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2017 ക്വസ്റ്റ്യൻ നോക്കി, എലക്ഷൻ ടു ദി ലോക്സഭ ആൻഡ് രാജ്യസഭ, ഇതും ഇമ്പോർട്ടൻറ്റ് തീമാണ്. Election to the Lok Sabha, in the election for Lok Sabha or state assembly, the winning candidate must get at least 50% of the total votes poll to be declared elected. അപ്പോൾ നിങ്ങൾ അടുത്ത പഠിക്കേണ്ടത് election to Lok Sabha and രാജ്യസഭ, ആ ഒരു തീമും പഠിക്കണം. നേരത്തെ പറഞ്ഞ പോലെ രാജ്യസഭ ഹാസ് ഈക്വൽ പവേഴ്സ്, എക്സ്ക്ലൂസീവ് പവേഴ്സ് രാജ്യസഭയ്ക്ക് എവിടെയൊക്കെ ഉണ്ട് അത് നോക്കി വെക്കുക. എക്സ്ക്ലൂസീവ് പവേഴ്സ് ഓഫ് ലോക്സഭ അതും ഓൾറെഡി നമുക്ക് ചോദിച്ചു. ഇതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ടത് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, ഇതെല്ലാം അതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് FLTയിലും കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഫെർദർ റിസർച്ച് ക്വസ്റ്റ്യൻസ് FLTസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴാണ് ഒരു FLT നല്ലൊരു FLT ആവുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന FLTസിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എങ്ങനെ സോൾവ് ചെയ്തേ? നോളജ് വെച്ചിട്ടാണ് സോൾവ് ചെയ്തത്. വേറെ ഏത് രീതി സോൾവ് ചെയ്തു? ആ 75 എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി വേറെ രീതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒന്നും കൂടെ ഞാൻ ക്വസ്റ്റ്യൻ എടുക്കുവാണ്, റീവിസിറ്റ് ചെയ്യുവാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സാമിനർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. എന്താണ് ഈ കോൺസെപ്റ്റ്? ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ, ഇതാണോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻസിന്റെ എസെൻസ് എന്താണെന്ന് നോക്ക്. നിങ്ങൾക്ക് ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് അറിയുമോ ഇല്ലയോ എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ അവിടെ 1969 അവിടെ തെറ്റിക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലേ? ഇവിടെ 1969 തെറ്റാണ്ട് ഒരാവശ്യമില്ല. നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്, എക്സാമിനർ ചോദിക്കുന്നത് ഇവിടെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. വേറൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്, നിങ്ങളൊരു എക്സാമിനറാണ്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് നിങ്ങൾ 2 സ്റ്റേറ്റ്മെന്റ്സ് ഫ്രെയിം ചെയ്യുവാണ്. ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെന്റ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഡൻസി എന്താണ്? 2 സ്റ്റേറ്റ്മെന്റും ശരിയാക്കി വെക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും നമുക്ക്, ആണോ? വിൽ മേക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് റോങ്. ഈ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു എക്സാമിനറാണ്, നിങ്ങൾ 2 സ്റ്റേറ്റ്മെന്റ്സ് ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് ഫ്രെയിം ചെയ്യുവാണ്. 2 സ്റ്റേറ്റ്മെന്റ്സും അവിടെ കറക്റ്റാക്കി വെക്കാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ അങ്ങനെയല്ലേ സംഭവിച്ചേ? സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3ഉം ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് പറയുന്ന 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മൾ നോർമലി ഒരു എക്സാമിന്റെ ടെൻഡൻസി എന്തായിരിക്കും? ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കാനായിരിക്കും നോക്കുന്നത്, ഒരെണ്ണം കറക്റ്റ് ആക്കിയും വെക്കും. അപ്പൊ ഇതിനകത്ത് ആ രീതിയിൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 2 and 3യും എലിമിനേറ്റ് ചെയ്തൂടെ? ആ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞില്ല, പല രീതികളിൽ നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ പറ്റാം.
പല രീതികളിലേക്ക് നമുക്ക് പല വേസിലൂടെ പല ഒരു പാത്വേ മാത്രമല്ല, ദർ മൈറ്റ് ബി ഡിഫറെൻറ്റ് പാത്വേസ് ടു റീച്ച് ദി ആൻസർ. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ആലോചിച്ചുകൂടെ? ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു കോൺസെപ്റ്റിന് ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ 2-3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാക്കി തരേണ്ട ഒരു ആവശ്യമുണ്ടോ? അതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിൽ എക്സ്ട്രീം ആയിട്ടുള്ള എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് തെറ്റിക്കാനുള്ള ചാൻസ് അല്ലേ കൂടുതൽ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ചു. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത So I'll give you 30 seconds. കഴിഞ്ഞോ? ചെയ്തോ? ഒരു കോമഡി കാണിച്ചു തരാം. ഇത് 2018 ചോദ്യമല്ലേ? ഇത് 2013 ചോദ്യമാണ്. വായിച്ചു നോക്കിയോ? 2013 ചോദ്യമാണിത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഓപ്ഷൻസ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 2 and 3, 2 only, 3 only and 1, 2 and 3. ഇവിടെ എന്താണ്? 1 and 2, 2 only, 1 and 3 and 1, 2 and 3. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇങ്ങനെയും കിട്ടും നമുക്ക് ചിലപ്പോൾ. ഇതാ പറയുന്ന PYQ അരച്ച് കലക്കി കുടിച്ച് വെക്കണമെന്ന്. PYQ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, നിങ്ങൾ 2013, 2014 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. വീണ്ടും ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഫ് മോഡിഫിക്കേഷൻസ് occur in the desert areas to inhibit the water loss? ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നിങ്ങൾ ഇനി ഏതൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻ്റെ ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തത്, അത്രയും ബ്രോഡർ ആയിട്ടാണോ അല്ലെങ്കിൽ വളരെ നാരോ ആയിട്ടാണോ ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കുന്നതെന്ന് ചെക്ക് ചെയ്തോണം. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഫ് മോഡിഫിക്കേഷൻസ് occur in the desert areas to inhibit water loss? ഒരു ഡെസേർട്ട് ഏരിയ എടുത്തു. ഇത് ഏത് ഡെസേർട്ട് എന്ന് കൂടി പറയുന്നില്ല. ഇറ്റ് കുഡ് ബി കോൾഡ് ഡെസേർട്ട്, it could be hot desert. എന്ത് ഡെസേർട്ട് വേണമെങ്കിലും ഇവിടെ ആവാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ he would have identified each and every adaptations that a plant could happen? ഒരു പ്ലാന്റിന് വരുന്ന എല്ലാ അഡാപ്റ്റേഷനും ആ ഒരു എക്സാമിനർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രയും ബ്രോഡർ ആയിട്ടാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. നമുക്ക് എൻവയോൺമെന്റിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും, സയൻസ് ആൻഡ് ടെക്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ ചോദ്യം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം, ഈ ചോദ്യം വരുന്നത് വളരെ ബ്രോഡർ സെൻസിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യം വരുവാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇതൊരു 10 സെക്കൻഡ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം വായിച്ചു നോക്കുമ്പോഴേ നമുക്ക് ക്ലിക്ക് ആവണം. അത് ബ്രോഡർ സെൻസിലാണോ അതോ വളരെ നാരോ ആയിട്ടാണോ നമുക്ക് ചോദ്യം ചോദിച്ചേക്കുന്നത് നമ്മൾ ആദ്യം നോക്കണം. ബ്രോഡർ സെൻസിലാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കണം. വായിച്ചു നോക്കാണ്ട് ആൻസറിലേക്ക് എത്തരുത്. വായിച്ച് നോക്കി ഉറപ്പ് വരുത്തണം അതിനകത്ത് എക്സ്ട്രീം ആയിട്ട് ഒന്നുമില്ല എന്ന്. ചിലപ്പോൾ ഇത് നേരെ ഉൾട്ട തരും, നേരെ ഓപ്പോസിറ്റ്. നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ നേരെ ഓപ്പോസിറ്റ് സാധനം തരും, ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് ലാർജർ ലീവ്സ്, ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ് എന്ന് പറയുന്ന ലാർജർ ലീവ്സ് എന്ന് പറഞ്ഞാണെങ്കിൽ അവിടെ തെറ്റിയില്ലേ? അപ്പോൾ എല്ലാം വായിച്ച് നോക്കണം ഇവിടെ. ഓക്കെ, ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ്, സെറോഫൈറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ? ഇവിടെ പറയുന്നത് സെറോഫൈറ്റ്സിനെ കുറിച്ചാണ്. ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ് കൊണ്ടുള്ള ഗുണം എന്താണ്? ട്രാൻസ്പിറേഷൻ കുറയും. വാക്സി ലീവ്സ് ആണെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ ഒരു സംഭവത്തിന്റെ മുകളിൽ വാക്സ് തേച്ച് കഴിഞ്ഞാൽ എന്താ, അതൊരു ബ്ലാങ്കറ്റ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലേ? സൺലൈറ്റിനെയും റിഫ്ലക്ട് ചെയ്ത് വിടും, അത് ട്രാൻസ്പിറേഷൻ കുറയും. ഹാർഡ് ലീവ്സ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ അവൈലബിലിറ്റി കുറയുമ്പോൾ ചില പ്ലാന്റ്സ് അത് സ്റ്റൂപ്പ് ഡൗൺ ചെയ്യും. വിൽട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കും, വിൽട്ടിംഗ്. ആ വിൽട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇഫ് ദി ലീവ്സ് ആർ ഹാർഡർ. അപ്പോൾ ഇതൊരു തരത്തിലുള്ള അഡാപ്റ്റേഷൻ ആണ് സെറോഫൈറ്റിക് പ്ലാന്റ്സിന്റെ. രണ്ടാമത് നോക്കി, ടൈനി ലീവ്സ്. ലീവ്സിന് വളരെ സ്പെസിഫിക് ആയിട്ട് ടൈനി ലീവ്സ് എന്ന് പറഞ്ഞു അല്ലേ? ലാർജർ ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പറ്റും? എന്തുകൊണ്ടാണ് തെറ്റുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സർഫസ് ഏരിയ അല്ലെ? ട്രാൻസ്പിറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂടുമ്പോൾ
വാട്ടർ ലോസും കൂടും. അപ്പോൾ ഇവർ മാക്സിമം സർഫസ് ഏരിയ കുറയ്ക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് തോൺസ് ഒക്കെ കാണാൻ കഴിയുന്നത് അല്ലേ. മാക്സിമം ലീവ്സ് ഇവർ റെഡ്യൂസ് ചെയ്ത് ടൈനി ലീവ്സ് ആക്കും. സോ ദി വാട്ടർ ട്രാൻസ്പിറേഷൻ കുറയും, വാട്ടർ ലോസും ഇവിടെ കുറവായിരിക്കും. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്, ഇത് തന്നെയല്ലേ നമ്മൾ മേളിലും കണ്ടേ. സർഫസ് ഏരിയ കുറയ്ക്കുക, ലീവ്സിന് പകരം തോൺസ് വന്നു. അപ്പോൾ ഇത് അഡാപ്റ്റേഷൻസിൽ വരുന്നതാണ്. എൻവയോൺമെന്റിൽ നിങ്ങൾ സ്റ്റാറ്റിക് ടോപ്പിക്കിൽ പഠിക്കുന്നതാണ് അഡാപ്റ്റേഷൻസ്, പ്ലാന്റ് അഡാപ്റ്റേഷൻസ് നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? 1, 2 and 3. എന്തെങ്കിലും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ? ചിന്തിക്കരുത്. ഓവർ തിങ്ക് ചെയ്താൽ ഈ ക്വസ്റ്റ്യന് നിങ്ങൾ തെറ്റിക്കും. പലർക്കും ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ഓവർ തിങ്കിങ്. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു 10 ചോദ്യമെങ്കിലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് തെറ്റിക്കും. അതിപ്പോഴേ ഒഴിവാക്കിക്കോ കേട്ടോ. അടുത്ത ചോദ്യം. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം കണ്ടുവന്നത് തേർഡ് വൺ. ഐ വിൽ ഗിവ് യു 30 seconds. ടൈംസ് അപ്പ്. ഓൺലൈൻ ആൻസേഴ്സ് ആരുടെയും കാണുന്നില്ലോ. ആൻസേഴ്സ് അയച്ച എല്ലാവരും. തേർഡ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും കണ്ടോ നിങ്ങൾ? എന്തെങ്കിലും വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്തോ ഇതിനകത്ത്? ഓക്കെ, ആദ്യം മുതൽ നമുക്ക് വായിക്കാം. NSSO 70th റൗണ്ട് സിറ്റുവേഷൻ അസസ്മെന്റ് സർവേ ഓഫ് അഗ്രികൾച്ചറൽ ഹൗസ് ഹോൾഡ്സ്. ആരെങ്കിലും വായിച്ചുകൊണ്ട് പോകുന്ന സർവേ ആയിരിക്കും ഇത്. നിങ്ങൾ വായിക്കണമെന്ന് UPSC എക്സാമിനൊരു എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ആരും വായിക്കത്തില്ല ഇതൊന്നും. പക്ഷെ എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്, മൈൻഡ് ഓക്കെ ആയിട്ട് നമ്മൾ വളരെ കാമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ പാറ്റേൺസ് കാണാൻ പറ്റും സോൾവ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വളരെ റാൻഡം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം പറ്റും. നോളജ് വെച്ചിട്ടാണ് ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. വളരെ റാൻഡം ആയിട്ടുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ആസ് പെർ ദി NSSO 70th റൗണ്ട് സിറ്റുവേഷൻ അസസ്മെന്റ് സർവേ ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ്സ്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Rajasthan has the highest percentage share of agriculture households among its rural households. ടോട്ടൽ റൂറൽ ഹൗസ് ഹോൾഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ റൂറൽ ഹൗസ് ഹോൾഡ്സിനകത്ത് തന്നെയുള്ള അഗ്രികൾച്ചറൽ ഹൗസ് ഹോൾഡ്സിന്റെ ഷെയർ ഏറ്റവും കൂടുതൽ ആർക്കാ ഉള്ളതെന്ന് പറയുന്നത് ഇവിടെ? രാജസ്ഥാൻ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണോ ഇത്? ബെറ്റർ ലീവ് ഇറ്റ്. നമുക്ക് അറിയത്തില്ല ശരിയാണോ തെറ്റാണോ എന്ന്. ഓക്കെ, അവിടെ നിർത്താം. നമുക്കൊന്ന് ട്രാപ്സ് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ രാജസ്ഥാൻ വേണമെങ്കിൽ മാറ്റിയിടാം അല്ലേ? എക്സാമിനറിന് ചാൻസ് ഉണ്ട്. രാജസ്ഥാനിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്, ഔട്ട് ഓഫ് ദി ടോട്ടൽ അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ്സ് ഇൻ ദി കൺട്രി ലിറ്റിൽ ഓവർ 60% ബിലോങ് ടു ദി OBCs. ടോട്ടൽ അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലിറ്റിൽ ഓവർ 60% ഇറ്റ് ബിലോങ്സ് ടു ദി OBC കാറ്റഗറി എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഡേറ്റ ഉണ്ടല്ലേ, 60% എന്നൊരു ഡേറ്റ നമ്മൾ കണ്ടു. ഈ ഡേറ്റ കുഡ് ബി റോങ്. ലിറ്റിൽ ഓവർ 60% ആ ഒരു പറയുന്ന ഒരു ഡേറ്റ ഇവിടെ തെറ്റാൻ സാധ്യതയുണ്ടല്ലോ. Third statement, in Kerala, a little over 60% of the agriculture households reported to have received maximum income from the sources other than agricultural activities. കേരളത്തിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. 60%, little over 60% of the agricultural households, they got income from other sources other than agricultural activities എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതിനകത്ത് ഈ ഡേറ്റ തമ്മിൽ തന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലേ? ഈ ഡേറ്റയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ നോർമലി കാണുന്നത് എന്താണ്? UPSC എക്സാമിനേഷൻസിൽ ഒരു ഡേറ്റ തന്നു കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അപ്പോൾ ഈ ഡേറ്റകളും തെറ്റാനുള്ള സാധ്യതകളുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ഈ രണ്ട് ഡേറ്റ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് അഗ്രികൾച്ചറൽ റൂറൽ ഹൗസ് ഹോൾഡ്സിനെ കുറിച്ച് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാക്കാനുള്ള സാധ്യതയുണ്ട് എക്സാമിനർ. ഈ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാക്കാനുള്ള സാധ്യതയുണ്ടോ? അവിടെ തന്നെ ഇത് പോയില്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, വേറെ ട്രാപ്സ് എവിടെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 60% എന്ന് പറയുന്ന ഒരു ഡേറ്റ 2 സ്റ്റേറ്റ്മെന്റ്സിൽ നിങ്ങൾ കണ്ടു അല്ലേ? 60% എന്ന് പറയുന്ന ഡേറ്റ നിങ്ങൾ 2 സ്റ്റേറ്റ്മെന്റ്സിലും നിങ്ങൾ ഒരേ ഡേറ്റ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ
ഈ ഒരു സർവേ, ഡു യു തിങ്ക് ദി എക്സാമിനർ ഹാസ് റെഡ് ദി ഹോൾ സർവേ ആൻഡ് ഹി ഐഡന്റിഫൈഡ് 60% എന്നൊരു സിമിലർ ഡേറ്റ ഐഡന്റിഫൈ ചെയ്ത് ഇദ്ദേഹം 2 സ്റ്റേറ്റ്മെന്റ്സിലും ഉണ്ടാക്കിയിട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈസ് ഇറ്റ് പോസിബിൾ? അപ്പോൾ എവിടെ എന്താണ് നമുക്ക് ആലോചിക്കേണ്ടത്? ഇതിനകത്ത് ഏതോ ഒരു ഡേറ്റ കറക്റ്റ് ആണ്, ആൻഡ് ദി അതർ ഡേറ്റ മൈറ്റ് ഹാവ് ബീൻ മാനിപ്പുലേറ്റഡ് ടു കൺഫ്യൂസ് യു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 60% എന്ന് പറയുന്ന ഡേറ്റ എവിടെയോ അദ്ദേഹം കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു 60% മറ്റ് സ്റ്റേറ്റ്മെന്റിൽ ഇട്ടപ്പം നിങ്ങളെ ഒരു കൺഫ്യൂസ്ഡ് ആക്കുവാണ് ഇവിടെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കണം, ഇത് രണ്ടും ശരിയാകത്തില്ല. 2 സ്റ്റേറ്റ്മെന്റ്സ് ഒരുമിച്ച് ശരിയാവുമോ? ഇല്ല. 1 ഓഫ് ദി 60% ആ ഒരു ഡേറ്റ ഒരിടത്ത് ശരിയാകാനുള്ള സാധ്യതയുണ്ട്, ഒരിടത്ത് തെറ്റാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 and 3 ഒരുമിച്ച് വരുമോ? ഒരു ഓപ്ഷനും കൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? ഇനി ആലോചിക്കേണ്ടത് ഇത് എവിടെയാണ് ശരിയാവുന്നത്. ഇനി നമ്മൾ കുറച്ച് ആലോചിച്ചേ പറ്റൂ. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ആലോചിക്കുക, 3rd സ്റ്റേറ്റ് ഇൻ കേരള, നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കിത് ശരിയാക്കാൻ പറ്റില്ലേ? കേരളത്തിലുള്ള നമുക്ക് ഇത് ശരിയാക്കാൻ സാധ്യതയില്ലേ? നിങ്ങൾക്ക് തോന്നില്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാകാൻ സാധ്യതയുണ്ടെന്ന്? ഇനി നമ്മളിപ്പോൾ 50-50 എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നല്ലേ നമ്മൾ ഇനി ആലോചിക്കണ്ടേ? ഇനി ആ രീതിയിൽ ചിന്തിക്കുക. ഈ 2 ഡേറ്റ തന്നേക്കുന്നതിൽ ഏത് ഡേറ്റ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് കൂടുതൽ ശരിയാവുന്നത്? ഏത് ഡേറ്റ ആയിരിക്കും? നിങ്ങൾ റിലേറ്റ് ചെയ്യും. കേരളത്തിലായിരിക്കത്തില്ലേ അതർ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഒരു ട്രൂ റിയാലിറ്റി ആണെന്ന് നിങ്ങൾക്ക് ഒന്ന് അസ്യൂം ചെയ്തുകൂടെ? ഇവിടെ ചെയ്തുകൂടെ? പിന്നെ ആൻസർ എന്താ? കറക്റ്റ് ആണത്. ആൻസർ വാസ് 1 and 3. എന്തേലും അറിഞ്ഞിട്ടാണോ ഇത് സോൾവ് ചെയ്തേ? അല്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. FLT ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചോദ്യം കണ്ടായിരുന്നോ? സിമിലർ ഡേറ്റ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. സിമിലർ ഡേറ്റ ഓർമ്മയുണ്ടോ ഡിസ്കസ് ചെയ്തപ്പോൾ? പോട്ടെ. അപ്പോൾ ഇതിനകത്ത് ഫെർദർ റിസർച്ചിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാൻ പറഞ്ഞ 100% ഒരു ഡേറ്റ ഞാൻ വന്നായിരുന്നു FLT 1-ൽ 100%. ഓക്കെ, ഇവിടെ അടുത്ത. അപ്പോൾ ഇതിനകത്ത് ഒരു റിസർച്ചിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഈസ്, ഹൗ ഈസ് ദി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഡിഫറെൻറ്റ് ഫ്രം ദി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്? 30 seconds era, your time starts now. ഈ ഓൺലൈനുള്ളവരുടെ ആൻസർ കണ്ടിട്ടേ മുന്നോട്ട് പോകുന്നുള്ളൂ. ആൻസർ എന്താ ഇതിൻ്റെ? യൂസഫ് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി എല്ലാവരും ആൻസർ പറഞ്ഞേ. ആലോചിക്ക്, എങ്ങനെയൊക്കെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആലോചിക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഹൗ ഇസ് ദി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഡിഫറെൻറ്റ് ഫ്രം ദി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്? അതർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽസ് ആക്ടിനെ കുറിച്ച് 2012 ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തീം നാഷണൽ NGT അല്ല ഇവിടുത്തെ തീം. എന്താ ഇവിടുത്തെ തീം? പൊല്യൂഷനും അല്ല ഇവിടുത്തെ തീം, എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ്. ഞാൻ തന്നെ കാണിച്ചു തരാം എത്ര ചോദ്യം ഉണ്ടെന്ന്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് ചോദിച്ചേക്കുന്നതാണ്. 2022 ചോദിച്ചു, 2020 ചോദിച്ചു, 2019 ചോദിച്ചു, 2015 ചോദിച്ചു. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ ആക്ട് ബേസ് ചെയ്തിട്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 2024 ചോദിച്ചു, 2023 ചോദിച്ചു, 2022 ചോദിച്ചു, 2020 and 2014. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2023, 2012. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2018 2 ചോദ്യം. ഈ വർഷം തന്നെ 2 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് തീം എന്താണ്? എത്ര ലെജിസ്ലേഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ? കയ്യിലുണ്ടാവുന്ന രജിസ്ട്രേഷൻസ് അല്ലേ ഉള്ളൂ പഠിക്കാൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടത്തില്ലേ? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്നുണ്ട് എൻവയോൺമെന്റ് ലെജിസ്ലേഷൻസ്. എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബോഡീസ്, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് ഇന്റർനാഷണൽ ബോഡീസ്, ന്യൂസിൽ വരുന്ന ഇന്റർനാഷണൽ ബോഡീസ്, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ലെജിസ്ലേഷൻസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തീം ഫോർ UPSC എക്സാം.
ഈസി ആയിട്ട് നമുക്ക് 2 മാർക്ക് കിട്ടുകയും ചെയ്യും ഇവിടെ. NGT 2012 ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് NGT എളുപ്പമാകത്തില്ലേ? 2012 പഠിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം PYQs പഠിച്ചിട്ടുണ്ടെങ്കിൽ NGTയെ കുറിച്ച് പഠിക്കും, എളുപ്പമാവും ചോദ്യം. അതുകൊണ്ടാണ് നമ്മൾ PYQ പ്രിപ്പയർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ എങ്ങനെയൊക്കെ UPSC ട്രാപ്സ് ഉണ്ടാക്കും. How is the National Green Tribunal different from the Central Pollution Control Board? The NGT has been established by an act, whereas CPCB has been created by an executive order of the government. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ഇവിടെ ചെയ്യാൻ സാധ്യത? UPSC സ്വാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം UPSC മിക്കപ്പോഴും ചെയ്യാറുണ്ട്. സ്വാപ്പ് ചെയ്യും. എങ്ങനെ സ്വാപ്പ് ചെയ്യും? ഇവിടെ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് അതൊരു കണക്ടറും വെച്ചിട്ടായിരിക്കും സ്വാപ്പ് ചെയ്യുന്നത്. വേറെസ് എന്ന് പറയുന്നതോ ആസ് വെൽ എസ് എന്ന് പറയുന്നത് ഒരു കണക്ടർ. നിങ്ങൾ ആ രീതിയിൽ പോകാൻ നിൽക്കരുത്. ഡേറ്റി ട്രിക്സ് ഒന്നും വേണ്ട. പക്ഷെ ഞാൻ പറയാണ്, ഒരു കണക്ടർ കാണും ചിലപ്പോൾ. അല്ലാണ്ട് നമുക്കത് സ്വാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവത്തില്ലേ? ഓക്കെ, ഇവിടെ കണക്ടർ എന്താണ്? ഇവിടെ വേറെസ് എന്ന് പറയുന്നൊരു കണക്ടർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതല്ല ഇവിടെ. ഇത് ശരിക്കും എൻവയോൺമെന്റ് ലെജിസ്ലേഷൻസിന് പഠിക്കേണ്ട കാര്യമാണ്. പറ, NGT എന്ന് പറയുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ഇവിടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പ്രകാരം വന്നതും CPCB ഏത് ആക്ട് പ്രകാരം വന്നതാണ്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആരാ പറഞ്ഞേ? അല്ല, വാട്ടർ ആക്ട് ഓഫ് 1974 വാട്ടർ ആക്ട് പ്രകാരം. അപ്പം നിങ്ങൾ ഇത് നോളജ് വെച്ചിട്ട് ക്രാക്ക് ചെയ്യണ്ടേ. സപ്പോസ് നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ എങ്ങനെ ആലോചിക്കാം നമുക്ക്? ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഈ ഒരു ചോദ്യം വരുമ്പോൾ UPSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ഇതിനകത്ത് സ്വാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് എന്താ പറയുക? NGT ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ ആൻ ആക്ട് whereas CPCB has been created by an executive order. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഓർഡറും ഈ ആക്ടും തിരിച്ച് ഇന്റർചേഞ്ച് ചെയ്ത് സ്വാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. UPSC മിക്കപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആ രീതിയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ തെറ്റായിട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. എപ്പോഴും തെറ്റാവണമെന്ന് പറയുന്നില്ല, പക്ഷെ തെറ്റാനുള്ള ചാൻസ് കൂടുതൽ. ഇപ്പോൾ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ്? എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും ഇതുണ്ടാവും. എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും ഇങ്ങനത്തെ കണക്ടേഴ്സും ഉണ്ടാവും. UPSC ഈസ് ഇവോൾവിങ് അല്ലേ? നിങ്ങൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് UPSCക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് UPSCയിൽ ഇപ്പം എല്ലാ വർഷവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ, എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും ഡേറ്റ കാണും. എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും ആസ് വെൽ എസ് എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും നമുക്ക് വേറെസ് എന്ന് പറയുന്ന കണക്ടർ കാണും. എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും നിങ്ങൾക്ക് തോന്നും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. ഒരു കാര്യം ഒരെണ്ണമെങ്കിലും എലിമിനേറ്റ് ചെയ്തത് എല്ലാം ശരിയാവാൻ സാധ്യതയില്ല. ഒരൊപ്ഷനെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എല്ലാം ശരിയാവത്തില്ല ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇത് സ്വാപ്പ് ചെയ്തേക്കുവാണോ ശരിക്കും? ആണോ? അല്ല, രണ്ടും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. NGT 2010 എന്താണ്? എൻവയോൺമെന്റൽ ഇഷ്യൂസ്, എൻവയോൺമെന്റൽ കേസസ് പെട്ടെന്ന് ലിറ്റിഗേറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു ബോഡിയാണ് NGT. ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ഓൾറെഡി നമ്മൾ FLTയിൽ ചെയ്തു. ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ദി ലെജിസ്ലേഷൻസ് വിച്ച് ആർ കവേർഡ് അണ്ടർ ദി NGT ആക്ട്. ഏതൊക്കെയാണ് ആ 7 ആക്ട്സ് ഇതിനകത്ത് കവർ ചെയ്തേക്കുന്നത്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986, എയർ Prevention and Control of Pollution Act of 1974, Water Prevention and Control of Pollution Act of 1974, Biological Diversity Act of 2002, Forest Conservation Act of 1980, Public Liability Insurance Act of 1991. ഇത് പഠിക്കുന്നതിനെക്കാട്ടിലും എളുപ്പം ഇതിനകത്ത് ഏതൊക്കെ ഇല്ലാതെ പഠിക്കുന്നതാണ്. ഏതൊക്കെ ഇതിനകത്ത് ഇല്ല? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇല്ല. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട്സ് ഏതാണെങ്കിൽ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഓഫ് 2006 ഇല്ല. ഇന്ത്യ ഫോറസ്റ്റ് ആക്ട് ഓഫ് 1927 ഇല്ല. ഈ ഇമ്പോർട്ടൻ്റ് ലെജിസ്ലേഷൻസ് എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ്സിൽ വരും. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താനും പറ്റും. ആ രീതിയിലാണ് ചോദ്യം വരുന്നതെങ്കിൽ. ഇനി രണ്ടാമത് CPCB ഏത് ആക്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഓഫ് 1974. എന്നിട്ട് ഇതിന്റെ മാൻഡേറ്റ് കൂട്ടിയല്ലേ, ഇവർക്ക് കുറച്ച് അഡീഷണൽ ഫംഗ്ഷൻസ് കൊടുത്തു. ഏത് ആക്ടിലാണ്? എയർ ആക്ടിൽ ഇവർക്ക് അഡീഷണൽ ഫംഗ്ഷൻസ് കൊടുത്തു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ, ദി NGT പ്രൊവൈഡ്സ് environmental justice and helps reduce the burden of litigation in the higher courts, whereas the CPCB promotes cleanliness of the streams and wells and aims to improve the quality of air in the country. ഇവിടെയും എന്താണുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വേറെസ് എന്ന് പറയുന്ന ഒരു കണക്ടർ മാത്രം വെച്ചിട്ട് പോകരുതെന്ന് പറഞ്ഞില്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? എൻവയോൺമെന്റിന്റെ കേസ് എന്താ പറഞ്ഞേക്കുന്നത്? എൻവയോൺമെന്റൽ ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നേക്കുന്നത് അല്ലേ? NGT പ്രൊവൈഡ്സ് എൻവയോൺമെന്റൽ ജസ്റ്റിസ്. ഇതിനെന്തെങ്കിലും തെറ്റുണ്ടോ? കറക്റ്റ് അല്ലേ?
രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? CPCB promotes cleanliness of the streams and wells and aims to improve the quality of air in the country. ഇതിനകത്ത് എന്തെങ്കിലും നമ്മൾ ഉൾട്ടയാക്കി സ്വാപ്പ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്റ് കുഡ് ബി ടേക്കൺ ആസ് കറക്റ്റ്. പിന്നെ ആൻസർ എന്തായിരുന്നു? ട്രൂ ഓൺലി. ഓക്കെ ആണോ? അപ്പോൾ തീംസ് എന്താണ് നിങ്ങൾ നോക്കണ്ടേ? എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ് കവർ ചെയ്യണം. അടുത്ത consider the following statements. I'll give you 30 seconds. Time's up. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും കിട്ടിയോ? എന്താ ആൻസർ? ആൻസർ ഏതാണ്? എ അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. 2019 ക്വസ്റ്റ്യൻ ആണ്. 9th ഷെഡ്യൂൾ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദി പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ്. ഇവിടെ നിന്ന് കിട്ടത്തില്ലായിരുന്നോ 9th ഷെഡ്യൂൾ? ഈ വായിക്ക് നോക്കിയിരുന്നെങ്കിൽ നേരെ 29 ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്തുകൂടായിരുന്നോ? ഇതാ പറയുന്നത്, നമ്മൾ പ്രൈം മിനിസ്റ്റർഷിപ്പ് അവരുടെ ടേംസും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയും UPSC ഫ്രെയിം ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻസിലും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഫ്രെയിം ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓൺലൈൻ എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എല്ലാവർക്കും എ കിട്ടിയോ ആൻസർ? ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? പ്യുവർലി യുവർ നോളജ് വേണം. എന്താണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? പാർലമെന്റ് ഓഫ് ഇന്ത്യ ക്യാൻ പ്ലേസ് എ പെർട്ടിക്കുലർ ലോ ഇൻ ദി 9th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ലക്ഷ്മി അതിൽ പറയുന്നല്ലേ, പഠിച്ചു വെക്കേണ്ട കാര്യമല്ലേ? ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചെയ്യണോ? നിങ്ങൾ ചെയ്യാൻ പറ്റും. ചെയ്യണോ? ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് നോളജിലൂടെ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റണം. രണ്ടാം സ്റ്റേറ്റ്മെന്റ്, ദി വാലിഡിറ്റി ഓഫ് ലോ പ്ലേസ്ഡ് ഇൻ ദി 9th ഷെഡ്യൂൾ കനോട്ട് ബി എക്സാമിൻഡ് ബൈ എനി കോർട്ട് ആൻഡ് നോ ജഡ്ജ്മെന്റ് ക്യാൻ ബി മെയ്ഡ് ഓൺ ഇറ്റ്. ഇതെന്താ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? എക്സ്ട്രീം ഒന്നുമല്ല, ഇത് നിങ്ങൾ പഠിക്കുന്നതാണ്. ഇതിനകത്തൊരു എക്സ്ട്രീമും കാര്യങ്ങളൊന്നും വേണ്ട. യു വിൽ ഹാവ് ടു സ്റ്റഡി ദിസ്. ഇനി നിങ്ങൾ പഠിച്ചില്ല എന്ന് വെച്ചോ, ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്ക്. ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ ക്യാൻ പ്ലേസ് എ പെർട്ടിക്കുലർ ലോ ഇൻ ദി 9th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 9th ഷെഡ്യൂൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ട് വഴിയാണ് വരുന്നത്? 9th ഷെഡ്യൂൾ എന്തിനു വേണ്ടിയാണ് വരുന്നത്? ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ ആർട്ടിക്കിൾ 31B and C പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറെ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്സ് കൊണ്ടുവന്നു അല്ലേ? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്സ്, അങ്ങനെ കുറെ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു. എന്താണ് അവിടെ പ്രശ്നം? റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 19. അപ്പൊ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ എങ്ങോട്ട് പോയി? കോടതിയിലേക്ക് പോയി. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഫ്രിഞ്ചിങ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 19. അപ്പൊ ഗവൺമെന്റിന് ലാൻഡ് റിഫോംസ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ? ഇല്ല. ഗവൺമെന്റ് എന്ത് ചെയ്തു? ദേ ബ്രോട്ട് ദി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട്. ദേ ബ്രോട്ട് ദി 9th ഷെഡ്യൂൾ. എന്നിട്ട് 9th ഷെഡ്യൂളിലേക്ക് ഇത്തരത്തിലുള്ള ലാൻഡ് റിഫോം ലോസ് ഒക്കെ അവർ 9th ഷെഡ്യൂൾ അണ്ടറിൽ കൊണ്ടിട്ടു. 9th ഷെഡ്യൂൾ അണ്ടറിൽ കൊണ്ടിട്ടപ്പോൾ 9th ഷെഡ്യൂളിന്റെ പ്രത്യേകത എന്താണ്? ആർട്ടിക്കിൾ 31B എന്താ പറയുന്നത് ഇവിടെ? ഇതൊരു അംബ്രല പ്രൊട്ടക്ഷൻ കൊടുത്തു. എന്തിന്? ഈ ലോസിന് കൊടുത്തു. ഇറ്റ് കനോട്ട് ബി ചലഞ്ച്ഡ് ഇൻ എ കോർട്ട് എന്ന് പറഞ്ഞു. ഈ ലോസ് ഒന്നും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് എന്താണ്? വാലിഡ് ആണെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. ഇത് വാലിഡ് ആണെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. ഇവിടെ എപ്പോഴാണ് ഒരു ചേഞ്ച് വരുന്നത് ഈ 9th ഷെഡ്യൂളിന്? അല്ല, IR കൊയ്ലോ കേസ്. IR കൊയ്ലോ കേസിൽ എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് പ്രൊട്ടക്ഷൻ ഇല്ല, അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ബാൻ ഇല്ല എന്ന് IR കൊയ്ലോ കേസിലാണ് പറയുന്നത്. IR കൊയ്ലോ കേസ് നമുക്ക് മെയിൻസ് ചോദ്യമാണോ? ഡയറക്റ്റ് ചോദ്യമാണ്. 2016 IR കൊയ്ലോ കേസിൽ എന്ത് പറഞ്ഞു? എല്ലാ ലോസിനും അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റില്ല, പക്ഷെ കുറച്ച് ലോസിനെ പ്രൊട്ടക്ട് ചെയ്യാം. അത് ഏത് ലോസിനെ ആയിരിക്കും? ഒരു ഡേറ്റ് അവർ പറയുന്നുണ്ട്. ആ ഡേറ്റിന്റെ പ്രസക്തി എന്താണ് ഇവിടെ? അതെ, all the laws which had been put under 9th schedule before 24th of April 1973 will be protected.
24th April 1973 ശേഷം 9th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യുന്ന ലോസ് എല്ലാം ചലഞ്ച് ചെയ്യാൻ പറ്റും എന്ന് IR കൊയിലോ കേസിൽ സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പം ബ്ലാങ്കറ്റ് ബാൻ ഒഴിവാക്കി. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, ആർട്ടിക്കിൾ 19 റെസ്ട്രിക്ഷൻസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. 3 റെസ്ട്രിക്ഷൻസ്, അഡീഷണൽ റെസ്ട്രിക്ഷൻസ് ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അമെൻമെന്റ്സ് ഇപ്പം ചോദിക്കുന്നില്ലേ? അമെൻമെന്റ്സ് ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്. നമുക്ക് ഓൺലൈൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഡിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആണോ? ആരാണ്? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താണ്? ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ ക്യാൻ പ്ലേസ് എ പെർട്ടിക്കുലർ ലോ ഇൻ ദി 9th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സ്ഥിരം കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഫ്രെയിമിംഗ് ആണിത്. ഇനി ഒരു കാര്യം ആലോചിച്ച് വെച്ചോ. ദി പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സുപ്രീം ബോഡിയാണ് അല്ലേ? പരമോന്നതമായിട്ടുള്ളൊരു ബോഡിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ബോഡിയാണ് അല്ലേ? ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും ഇൻ എ ജനറൽ സെൻസ് അത് വളരെ വലിയൊരു എന്താണ്, അത്രയും പവർഫുൾ ആയിട്ടൊരു ബോഡിയാണ്. So if the examiner frames a statement that the central government or the parliament or the judiciary can do something എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എക്സാമിനർ ഉണ്ടാക്കുവാണെങ്കിൽ that statement most probably would be correct. UPSL കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണിത്. സുപ്രീം കോടതിക്ക് ഇന്നൊരു കാര്യം ചെയ്യാൻ പറ്റും, പാർലമെന്റിന് ഇന്നൊരു കാര്യം ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെന്റിന് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റും എന്നൊരു ജനറൽ സെൻസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ മിക്കപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം ഇത് നമുക്ക് സ്ഥിരം കണ്ടുവരുന്ന ഒരു സംഭവം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇനിയും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പാറ്റേൺ. നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ എങ്ങനെ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നോളജ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണിത്. നോളജ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ ക്യാൻ പ്ലേസ് എ പെർട്ടിക്കുലർ ലോ ഇൻ ദി 9th ഷെഡ്യൂൾ. എന്തെങ്കിലും എക്സ്ട്രീം ആയിട്ട് ഇവിടെ പറയുന്നുണ്ടോ? പാർലമെന്റിന് 9th ഷെഡ്യൂളിലേക്ക് ലോസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പാർലമെന്റ് അല്ലാണ്ട് വേറെ ആരായിരിക്കും ആ 9th ഷെഡ്യൂളിലേക്ക് ലോ ആഡ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് അല്ലാണ്ട്, പാർലമെന്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ബോഡി ഉണ്ടോ ഇത് ചെയ്യാൻ? സുപ്രീം കോർട്ട് ആയിരിക്കും ആഡ് ചെയ്യുന്നത്? ഇല്ല. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ടല്ലേ, സുപ്രീം കോടതി ലെജിസ്ലേഷൻസ് ഇല്ല. അപ്പൊ ഇത് പാർലമെന്റ് തന്നെ ആയിരിക്കും, വേറൊരു ബോഡി ഇല്ല. അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദി വാലിഡിറ്റി ഓഫ് എ ലോ പ്ലേസ്ഡ് ഇൻ ദി 9th ഷെഡ്യൂൾ cannot be examined by any court and no judgments can be made on it. ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞുണ്ട്, ഇറ്റ് കനോട്ട് ബി ചാലഞ്ച്ഡ് ബൈ എനി കോർട്ട് എന്നാണ് പറയുന്നത്. സുപ്രീം കോടതിക്കും പറ്റത്തില്ല. സുപ്രീം കോടതിക്ക് അത്രയും വലിയൊരു ബോഡിക്ക് പോലും ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു അസ്യൂം ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. അത് മാത്രമല്ല, UPSC സ്റ്റേറ്റ്മെന്റ്സ് റോങ് ആക്കുമ്പം ദേ മേക്ക് ഇറ്റ് വെരി ഒബ്വിയസ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഉറപ്പുവരുത്തും. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആഡ് ഓൺസും കൂടെ ചിലപ്പോൾ UPSC ആഡ് ചെയ്യും. They could have stopped it here. The validity of the law placed in 9th schedule cannot be examined by any court. അവിടെ നിർത്താമായിരുന്നു. But they made sure the statement is wrong. സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് അവർ ഉറപ്പ് വരുത്തി. എങ്ങനെയാണ്? ഇതിന്റെ കൂടെ ഒരു ഓഗ്മെന്റേഷനും കൂടെ അവർ ചെയ്തു. ആൻഡ് നോ ജഡ്ജ്മെന്റ് ക്യാൻ ബി മേഡ് ഓൺ ഇറ്റ്. അതിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ അവിടെ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇതൊരു ഫ്രെയിംഡ് ആണെന്ന്. നിങ്ങൾക്ക് അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സാമിനർ ഫ്രെയിം ചെയ്തേക്കുവാണോ? ആൻഡ് നോ ജഡ്ജ്മെന്റ്സ് ക്യാൻ ബി മേഡ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞൊരു ആഡ് ഓൺ ആണ് അവിടെ അല്ലേ? അതൊരു ഓഗ്മെന്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ രീതിയിലും UPSC ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ്സ് റോങ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ബിയും തെറ്റാണ്. ആൻസർ എന്തായിരുന്നു? 1 only. ഓൺലൈൻ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ. Which one of the following best describes the term merchant discount rate sometimes seen in news? Merchant discount rate. 30 seconds. എല്ലാവരും ആലോചിച്ചേ.
ആൻസർ എന്താ? എങ്ങനെ കിട്ടിയേ? അറിയായിരുന്നു എന്നൊരു ചോദ്യം ഉത്തരം വേണ്ട. ഇത് എങ്ങനെ കിട്ടി അല്ലാണ്ട്? ഓട് വൺ. ഓക്കെ, നിൽക്കട്ടെ. വേറെ ഓൺലൈൻ എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എന്താ ആൻസർ? ടൈപ്പ് ചെയ്തേ ആൻസർ നോക്കട്ടെ. മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പം തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലേ. ടേം തന്നിട്ട് ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് തരും, എന്നിട്ട് യു വിൽ ഹാവ് ടു പിക്ക് അപ്പ് ദി കറക്റ്റ് വൺ. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ആ ടേം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. അപ്പം ടേം ബ്രേക്ക് ചെയ്തിട്ട് സി ഇഫ് യു ആർ ഏബിൾ ടു കണക്ട് ഇറ്റ് ടു ദി സ്റ്റേറ്റ്മെന്റ്സ്. ആ ഒരു ടേം ബ്രേക്ക് ചെയ്തിട്ട് ഓക്കെ. എന്നിട്ട് നമുക്കിവിടെ ആലോചിക്കാം. മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്, ദി ഇൻസെൻറ്റീവ് ഗിവൺ ബൈ എ ബാങ്ക് ടു എ മർച്ചന്റ് ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെന്റ്സ് ത്രൂ ഡെബിറ്റ് കാർഡ്സ് പെർട്ടൈനിങ് ടു ദാറ്റ് ബാങ്ക്. ഇവിടെ എന്താ പറയുന്നത്? ബാങ്ക് ഒരു മർച്ചന്റിന്, ബാങ്കിന്റെ കയ്യിൽ എന്താണ്? ഒരു ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെന്റ്സ് ത്രൂ ഡെബിറ്റ് കാർഡ്സ് പെർട്ടൈനിങ് ടു ദാറ്റ് ബാങ്ക്. അതെന്ന് പറഞ്ഞാൽ ഞാൻ SBIയുടെ ബാങ്കാണ്, ഞാനൊരു കസ്റ്റമറാണ്, ഞാൻ ഒരു മെർച്ചന്റിന് അതിന് ഇന്നൊരു സംഭവം മേടിക്കുവാണ്. ഞാൻ SBIയുടെ കാർഡ് യൂസ് ചെയ്ത് മേടിക്കുന്നത് കൊണ്ട്, ആ കാർഡ് ആ മെർച്ചന്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് SBI ആ മെർച്ചന്റിന് കാശ് കൊടുക്കുവാണ്. ഇങ്ങനെ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു, ചിന്തിച്ചു നോക്ക്. ഞാൻ SBIയുടെ കാർഡ് യൂസ് ചെയ്തിട്ട് ഞാൻ തുണി മേടിച്ചു, ആ തുണിക്കടയുടെ ഉടമയ്ക്ക് SBI കാശ് കൊടുക്കുന്നു. വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദി എമൗണ്ട് പെയ്ഡ് ബാക്ക് ബൈ ദി ബാങ്ക്സ് ടു ദി കസ്റ്റമേഴ്സ് when they use the debit cards for financial transactions for purchasing goods or services. ആദ്യത്തെ കേസിൽ ആരെയും തമ്മിലാണ് കണക്ട് ചെയ്തേക്കുന്നത്? they have connected bank and the merchant അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ അവർ ആരെയാണ് കണക്ട് ചെയ്യുന്നത്? they have connected the bank and the customer. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ SBIയുടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് SBI എനിക്ക് കാശ് തരുന്നു, എനിക്ക് ഇൻസെൻറ്റീവ്സ് തരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കാർഡ് മാത്രമല്ലേ യൂസ് ചെയ്യത്തുള്ളൂ? എന്ത് പർച്ചേസിനും എനിക്കിങ്ങനെ കിട്ടുവാണെങ്കിൽ, എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടുവാണെങ്കിൽ, ഡെബിറ്റ് കാർഡിലാണ് പറയുന്നത് കേട്ടോ, ക്രെഡിറ്റ് കാർഡിലും അല്ല. ഡെബിറ്റ് കാർഡിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എല്ലാവരും കാർഡ് യൂസ് ചെയ്യുന്നവരാണ്. ഇതെന്താണെന്ന് ലോജിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് കിട്ടും നമുക്ക്. ഇവിടെ എന്താ പറയുന്നത്? ദി എമൗണ്ട് പെയ്ഡ് ബാക്ക് ബൈ ദി ബാങ്ക്. അതെന്ന് പറഞ്ഞാൽ SBI കാർഡ് ഞാൻ യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തപ്പോൾ SBI അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എനിക്ക് തന്നു. അതാണ് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ശരിയായ സാധ്യതയുണ്ടോ? ഇല്ല. ഇതിനകത്ത് ആരെയൊക്കെ കണക്ട് ചെയ്തേക്കുന്നത്? ബാങ്കിനെയും കസ്റ്റമറിനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദി ചാർജ് ടു എ മെർച്ചന്റ് ബൈ എ ബാങ്ക് ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെന്റ്സ് ഫ്രം ഹിസ് കസ്റ്റമേഴ്സ് ത്രൂ ദി ബാങ്ക്സ് ഡെബിറ്റ് കാർഡ്. ദി ചാർജ് ടു എ മെർച്ചന്റ് ബൈ എ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഈടാക്കുന്ന ഒരു ചാർജ് ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നു? മർച്ചന്റിന്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഒരു ചാർജ് ആണ്. എന്തിനാണ് ഇത് ഈടാക്കുന്നത്? ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെന്റ്സ് ഫ്രം ഹിസ് കസ്റ്റമേഴ്സ് ത്രൂ ഡെബിറ്റ് കാർഡ്സ്. ഈ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് വെച്ച് കസ്റ്റമേഴ്സ് പേയ്മെന്റ്, ആ ഒരു POS മെഷീൻ, ആ ഒരു മർച്ചന്റിന്റെ കയ്യിൽ ഒരു POS മെഷീൻ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ആ ഒരു കാർഡ് വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബാങ്ക് ആരുടെ കയ്യിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്ന കാശാണ്? ഈടാക്കുന്ന കാശാണ്. മർച്ചന്റിന്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന കാശാണ്. നിങ്ങൾ പലയിടത്തും പോയാൽ ഇതിനകത്ത് മിക്കവരും ഇവർ കാർഡ് യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതിന്റെ കാരണം എന്താ? അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറയും. ഇത്രയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പലയിടത്തും പോയാൽ ക്യാഷ് ഓൺലി എന്നായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ദേ വിൽ അക്സെപ്റ്റ് ദി പേയ്മെന്റ് ത്രൂ UPI. UPIയിൽ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഇല്ല. ഓക്കെ, അവിടെ ഒരു കാര്യം കൂടെ ആലോചിച്ചു. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യുന്ന മർച്ചന്റിനെയും ബാങ്കിനെയാണ്. മർച്ചന്റ് ആൻഡ് ദി ബാങ്ക്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ മർച്ചന്റിനെയും ബാങ്കിനെയും കണക്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ മർച്ചന്റിനെയും കസ്റ്റമറിനെയും ബാങ്കിനെയാണ് കണക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദി ഇൻസെന്റീവ് ഗിവൺ ബൈ ദി ഗവൺമെന്റ് ടു ദി മെർച്ചന്റ്സ് ഫോർ പ്രൊമോട്ടിംഗ് ഡിജിറ്റൽ പേയ്മെന്റ്സ്. ഗവൺമെന്റ് അതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ? അത് മാത്രമല്ല, ഇനി ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഇതൊരു ഓഡ് വൺ ആയില്ലേ ഇവിടെ? ഇതിന് നമുക്ക് ആദ്യം എലിമിനേറ്റ് ചെയ്തൂടെ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കണക്ടിങ് മെർച്ചന്റ് ടു ദി ബാങ്ക്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ്? ഇറ്റ് ഈസ് കണക്ടിങ് കസ്റ്റമർ ടു ദി ബാങ്ക്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് അഗൈൻ കണക്ടിങ് മെർച്ചന്റ് ടു ദി ബാങ്ക്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിനകത്ത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് കണക്ടിങ് ഗവൺമെന്റ് ടു ദി മെർച്ചന്റ്സ്? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാകാനുള്ള സാധ്യതയുണ്ടോ? ഇത് ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ്സിലും ഇറ്റ്സ് എയ്തർ റിഗാർഡിംഗ് ദി കസ്റ്റമർ ഓർ ദി മർച്ചന്റ് ഓർ ദി ബാങ്ക്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഡയറക്റ്റ് ഗവൺമെന്റും ആരും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? മർച്ചന്റ്സ് തമ്മിലുള്ള ബന്ധം. അങ്ങനെ തന്നെ നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം.
ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് പറഞ്ഞേക്കുന്നത്? ഞാൻ ജസ്റ്റ് ഇനി ഇവിടെ 50-50 എത്താൻ പറ്റുമോ? ഏതെങ്കിലും രീതിയിലേക്ക് തല വർക്ക് ചെയ്തില്ലെങ്കിൽ എങ്ങനെ എത്താൻ പറ്റും? ഈ തല ഇത്ര ആലോചിച്ച് നോക്കിയിരുന്നെങ്കിൽ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്തിക്കൂടായിരുന്നോ? നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് ആണ് അല്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ കാർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ചാർജസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സിയിലേക്ക് എത്താമായിരുന്നു. ഇല്ലെങ്കിൽ എന്താണ്, ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ബാങ്കിനെയും മെർച്ചൻറ്റിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ആലോചിക്കാം, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ ആരെയൊക്കെ കണക്ട് ചെയ്യുവാണ്? ബാങ്കിനെയും മെർച്ചൻറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ആ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെയും പോട്ടെ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകാനുള്ള ചാൻസ് ഉണ്ട്. വി ആർ ടേക്കിംഗ് റിസ്ക്. നമുക്കറിയത്തില്ല നമ്മൾ റിസ്ക് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുവാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് റിസ്ക് എടുത്തൂടെ? അതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകാം സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെയും നമുക്ക് either it should be A or it should be C. ഇനി ആലോചിച്ച് നോക്കുക, ഇറ്റ്സ് ദി ഇൻസെൻറ്റീവ് ഗിവൺ ബൈ എ ബാങ്ക് ടു ദി മെർച്ചൻ്റ് ആയിരിക്കും, ഇറ്റ്സ് എ ചാർജ് ടു എ മെർച്ചൻ്റ് ബൈ ദി ബാങ്ക് ആയിരിക്കും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തണം. ഞാൻ എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ രീതിയിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോണം. ഓക്കെ ആണോ? പിന്നെ ആൻസർ എന്തായിരുന്നു? ഇറ്റ് വാസ് സി. എന്താണ് മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് പേയ്മെൻറ്റ് സിസ്റ്റം, പേയ്മെൻറ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പേയ്മെൻറ്റ് എക്കോസിസ്റ്റംസ്. ഈ ഒരു ചോദ്യപേപ്പറിൽ തന്നെ നമുക്ക് പല ക്വസ്റ്റ്യൻസ് കാണും. ഭിമ്മിനെ കുറിച്ച് ചോദ്യമുണ്ട്, NPCI കുറിച്ച് ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എക്കണോമി പഠിക്കുമ്പോൾ പേയ്മെൻറ്റ് എക്കോസിസ്റ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു തീമാണ് പേയ്മെൻറ്റ് എക്കോസിസ്റ്റംസ്. ഒരു ചോദ്യം നമുക്ക് കിട്ടും അതിനകത്ത്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് എ കൺട്രി ബിക്കമിങ് ദി മെമ്പർ ഓഫ് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ്? 30 seconds. എല്ലാവർക്കും കിട്ടിയോ? ടൈംസ് അപ്പ്. ഷാഫി, ആൻസർ എന്താ ഷാഫി? മെറിൻ മെസ്സേജ് അയച്ചേ. ഓക്കെ, ആൻസർ എന്താ അതിനകത്ത്? ആൻസർ എന്താണ്? 1 only. എന്തുകൊണ്ടാണ് അത് 1 only ആയേ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്നൊന്നും പറഞ്ഞ് ചെയ്യരുതേ. ഓരോ വേർഡ്സ് പിടിച്ച് നിങ്ങൾ ചെയ്യരുത്. അത് അതിൻ്റെ ഫിലോസഫി, എന്തുകൊണ്ടാണ് ആവുന്നില്ല എന്ന് ആലോചിക്കുക. ടേം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കരുത്, പക്ഷെ നോക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വിൽ ഹാവ് ആക്സസ് ടു ദി ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ന്യൂക്ലിയർ ടെക്നോളജീസ്. എന്താണ്? ഒരു കൺട്രി ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൻ്റെ മെമ്പർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നാണ് പറയുന്നത്. നിങ്ങളിത് സ്റ്റാറ്റിക് ടോപ്പിക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ MECR എന്താണ്? മിസൈൽ എക്സ്പോർട്ട് കൺട്രോൾ റെജിമോ, MECR. അതിനകത്ത് കുറേ എഗ്രിമെൻറ്റ്സ് നിങ്ങൾ പഠിക്കുന്നില്ലേ? എന്തൊക്കെ എഗ്രിമെൻറ്റ്സാണ് നിങ്ങൾ പഠിക്കുന്നത്? വാസനാർ എഗ്രിമെൻറ്റ് പഠിക്കുന്നുണ്ട്, MTCR പഠിക്കുന്നുണ്ട് അല്ലേ? MTCR, വാസനാർ എഗ്രിമെൻറ്റ്, പിന്നെ എന്താ പഠിക്കുന്നത്? ഓസ്ട്രേലിയ ഗ്രൂപ്പ്, പിന്നെ ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ്. ഇത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഏതൊക്കെയാണ്? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടത് MTCR എന്താണ്, രണ്ടാമത് വാസനാർ എഗ്രിമെൻറ്റ് എന്താണ്, മൂന്നാമത് ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്താണ്, ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് എന്താണ്, ഇതിനകത്ത് ഇന്ത്യ ഏതിൻ്റെയൊക്കെ മെമ്പേഴ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ക്രോണോളജിയും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ആദ്യം ഏത് സംഭവമാണ് ഉണ്ടായത്, ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്താണ് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയെ കുറിച്ച് പഠിച്ചു വെക്കുക. പിന്നെന്താണ് ഒരു സംഭവം ഫിസൈൽ മെറ്റീരിയൽ കട്ട് ഓഫ് ട്രീറ്റി, ഫിസൈൽ മെറ്റീരിയൽ കട്ട് ഓഫ് ട്രീറ്റി, ഫിസൈൽ മെറ്റീരിയൽ കട്ട് ഓഫ് ട്രീറ്റി. പിന്നെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി.
ഇതും കൂടെ എന്താണ് എന്ന് നോക്കി വയ്ക്കുക. ഇത്രയും സംഭവം നോക്കി ഇതെല്ലാം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓൾറെഡി FLTയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി. ഓക്കെ, ചോദ്യത്തിലേക്ക് വരാം. ഇറ്റ് വിൽ ഹാവ് ആക്സസ് ടു ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ന്യൂക്ലിയർ ടെക്നോളജീസ്. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിന്റെ മെമ്പർ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് ആക്സസ് ടു ലേറ്റസ്റ്റ് ടെക്നോളജി. നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്? ഇല്ല. ഒരു ആവശ്യമില്ല. കോൺസിക്വൻസ് എന്ന് പറയുന്ന വാക്ക് എന്താണ്? നെഗറ്റീവ് ഉള്ള വാക്കാണോ? അല്ലല്ല. കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല. ഇതിന്റെ മെമ്പർ ആയി കഴിഞ്ഞാൽ ആ ഒരു കൺട്രിക്ക് എന്തൊക്കെ ലഭിക്കാം എന്ന രീതിയിൽ എടുത്താൽ മതി. ഇവിടെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകാം എന്ന രീതിയിൽ എടുത്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് കോൺസിക്വൻസസും ഉണ്ട്, പോസിറ്റീവ് കോൺസിക്വൻസസും ഉണ്ട്. ഏതാണ്? അതിന് തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾ അത് തന്നെ, അതിന്റെ കോൺസിക്വൻസസ് എന്താണ്. പിന്നെ അതെന്താ പറയുന്നത്? അതിന് ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂക്ലിയർ ടെക്നോളജീസിന്റെ ആക്സസ് കിട്ടും. ഇതതിന്റെ ഒരു കോൺസിക്വൻസ് ആയിക്കൂടെ? രണ്ടാമത്, ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് ദി മെമ്പർ ഓഫ് ദി ട്രീറ്റി ഓഫ് നോൺ പ്രോലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സംഭവം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ വെച്ചോ ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന വാക്ക്. പക്ഷെ എല്ലാ തവണയും അത് പോയി യൂസ് ചെയ്ത് തെറ്റിക്കാൻ നിൽക്കരുത്. ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ ആലോചിക്കണ്ടേ? നമ്മുടെ നോളജ് യൂസ് ചെയ്യുക. ഇന്ത്യ വാണ്ട്സ് ടു ബി എ മെമ്പർ ഓഫ് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ്. ഇന്ത്യ എന്താണ്? ഇന്ത്യക്ക് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിന്റെ മെമ്പർ ആകണം. മെമ്പർ ആകണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബി ശരിയായിരിക്കുമോ? ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇന്ത്യ ഡോണ്ട് വാണ്ട് ടു സൈൻ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി എന്താണ്? ഇറ്റ് പ്രിവെന്റ്സ് ദി സ്പ്രെഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഇതാണ് നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. എന്തുകൊണ്ടാണ് ഇന്ത്യ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി സൈൻ ചെയ്യാത്തത്? ഇന്ത്യ എന്താ പറയുന്നത്? ഒരു ന്യൂക്ലിയർ അപ്പാർത്തീഡ് ആണെന്നാണ് പറയുന്നത് ഇന്ത്യ. കാരണം എന്താണ്? നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി പ്രകാരം ദേ ഹാവ് ഡിവൈഡഡ് ദി എൻറ്റയർ ഗ്ലോബ് ഇൻടു 2 അല്ലേ? ന്യൂക്ലിയർ സ്റ്റേറ്റ്സും ഉണ്ട്, നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനൊരു കട്ട് ഓഫ് ഡേറ്റും ഉണ്ട്. എന്താണ്? 1 ജനുവരി 1967. 1 ജനുവരി 1967 ശേഷം അതിന് മുമ്പ് ന്യൂക്ലിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തവരെല്ലാം എന്താണ്? ന്യൂക്ലിയർ സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ന്യൂക്ലിയർ സ്റ്റേറ്റ്സ് വരുന്നത്? US, റഷ്യ, പിന്നെ ചൈന, UK ആൻഡ് ഫ്രാൻസ്. അപ്പൊ ഈ NPT പ്രകാരം ഇവർക്ക് ഇത്രയും പേർക്കും എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ഹാവ് ദി ന്യൂക്ലിയർ ടെക്നോളജി ആൻഡ് ദി ന്യൂക്ലിയർ വെപ്പൺസ്. അതിനുശേഷം വന്നവർക്കാർക്കും ഇത് വെക്കാൻ പാടില്ല. ഇതാണ് NPT. ഇന്ത്യ എപ്പോഴാണ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്? 1974 കണ്ടക്ട് ചെയ്തത്. എന്താ അതിന്റെ പേര്? പൊക്രാനിൽ കണ്ടക്ട് ചെയ്ത സ്മൈലിംഗ് ബുദ്ധ. അപ്പൊ 1974 കണ്ടക്ട് ചെയ്ത് അപ്പൊ ഇന്ത്യ ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയിട്ട് മാറുമോ ഇത് പ്രകാരം? ഇല്ല. അപ്പൊ ഇതൊരു വേഗമായിട്ടുള്ളൊരു കട്ട് ഓഫ് ആണ്, ഡേറ്റ് ആണെന്നാണ് ഇന്ത്യ പറയുന്നത്. ബിക്കോസ് ഇന്ത്യ ഹാഡ് കണ്ടക്ടഡ് ഇറ്റ് ഓൺ 1974. അപ്പം ന്യൂക്ലിയർ ടെക്നോളജി ഇന്ത്യക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ? നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ കട്ട് ഓഫ് ഡേറ്റും ആർബിട്രറി ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ന്യൂക്ലിയർ അപ്പാർത്തീഡ് ആണെന്നാണ് പറയുന്നത്. ഒരു ഹാഫ് സ്റ്റേറ്റ്സ് എന്താണ് ന്യൂക്ലിയർ സ്റ്റേറ്റ്സിനെ ആ ഒരു രീതിയിൽ ഇതിനകത്ത് 2 തരത്തിൽ നിങ്ങൾ ആലോചിക്കാം. ദി ട്രീറ്റി ഡസൻറ്റ് അലോ ഫോർ ഹൊറിസോണ്ടൽ പ്രോലിഫറേഷൻ അല്ലേ? ഹൊറിസോണ്ടൽ പ്രോലിഫറേഷൻ അലോ ചെയ്യുന്നില്ല. പക്ഷേ ദി ട്രീറ്റി അലോസ് ഫോർ വെർട്ടിക്കൽ പ്രോലിഫറേഷൻ. വെർട്ടിക്കൽ പ്രോലിഫറേഷൻ ആർക്കാണ് പറ്റുന്നത്? ഈ പറയുന്ന 5 കൺട്രീസിന് അവർക്ക് അവരുടെ ആർസനൽ കൂട്ടിക്കൊണ്ടിരിക്കാം, മറ്റുള്ളവർക്ക് പറ്റത്തില്ല. പക്ഷെ ഇന്ത്യ ഇതിന് എതിരാണ്. അതുകൊണ്ട് ഇന്ത്യ NPT സൈൻ ചെയ്യത്തില്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. ഇഫ് ഇന്ത്യ ബിക്കംസ് എ മെമ്പർ ഓഫ് NSG, ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എ മെമ്പർ ഓഫ് NPT. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ NSGയുടെ മെമ്പർ ആണോ എന്ന് പറയുമോ? അങ്ങനെ ആലോചിക്കാം. പിന്നെ 2 മേജർ ട്രീറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. നേരത്തെ ഐറിൻ പറഞ്ഞ പോലെ ഒരു ട്രീറ്റി സൈൻ ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റേ ട്രീറ്റിയുടെ ഒരു സിഗ്നേറ്ററി ആകുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇല്ല. 2 ഗ്ലോബലി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ട്രീറ്റീസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു ട്രീറ്റി ഞാൻ സൈൻ ചെയ്തുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി മറ്റു ട്രീറ്റിയുടെ മെമ്പർ ആകുമെന്ന് പറയുന്നതിലും
അർത്ഥമില്ല, അങ്ങനെയും അത് തെറ്റാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഇൻ ദി കോണ്ടെക്സ്റ്റ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഇംപ്ലിക്കേഷൻ ഓഫ് റാറ്റിഫൈങ് അഡീഷണൽ പ്രോട്ടോകോൾ with the International Atomic Energy Agency? Last statement, the country automatically becomes a member of NSG. ഇതേ രീതിയിൽ തന്നെയല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്തേക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റായിരുന്നു. UPSC അപ്പം ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ assume it as a wrong statement. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണോ? അപ്പോൾ 1974 സ്മൈലിംഗ് ബുദ്ധ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Question number 8. With reference to India's decision to levy on equalization tax of 6%. I'll give you 30 seconds. Time's up. Online. Answer പറ. ആൻസർ കിട്ടിയോ? എങ്ങനെ ആൻസറിലേക്ക് വന്നേ? ഏതാണ്? ഇൻകം ടാക്സിൽ ഉള്ളയാന്ന് പറഞ്ഞാൽ ഇക്വലൈസേഷൻ ലെവിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇക്വലൈസേഷൻ ലെവി എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് അതിന് ഇക്വലൈസേഷൻ ലെവി എന്ന് പറയുന്നത്? ഇതെന്താണ് ഗൂഗിൾ ടാക്സ് അല്ലേ? ഗൂഗിൾ ടാക്സ് എന്താണ് ഈ ഗൂഗിൾ ടാക്സ് ആൻഡ് വാട്ട് ഈസ് ഇക്വലൈസേഷൻ ലെവി? ഇപ്പോൾ ഞാനൊരു ഇന്ത്യയിലൊരു അഡ്വർടൈസിങ് കമ്പനി എനിക്കുണ്ട്. ഐ എം ഡൂയിങ് ദി അഡ്വർടൈസിങ് വർക്ക് ഇൻ ഇന്ത്യ. ഓക്കെ, അതിനകത്തൊരു പ്രോഫിറ്റ് എനിക്ക് കിട്ടും, അതിനകത്തൊരു ഇൻകം കിട്ടും. ഐ വിൽ ഹാവ് ടു പേ 25 to 30% as ടാക്സ്. ഞാനിവിടെ എൻ്റെ അഡ്വർടൈസിങ് കമ്പനി പേ ചെയ്യണം അല്ലേ? സിമിലർലി ഇവിടുത്തെ മിക്ക ജയൻസും ഇവിടെ അഡ്വർടൈസിങ് ചെയ്യുന്ന മിക്ക ജയൻസും ഗൂഗിൾ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഡു ദേ ഹാവ് എ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ? ഇല്ല. സോ ദേ ഡോണ്ട് ഹാവ് എ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ, ബട്ട് ദേ ഡു ദി അഡ്വർടൈസ്മെന്റ്സ് ഇൻ ഇന്ത്യ അല്ലേ? ഇവർ ഫിസിക്കൽ പ്രസൻസ് ഇല്ല, ഇവർക്ക് അഡ്വർടൈസ്മെന്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സിൽ ദേ വിൽ ഹാവ് സം പ്രോഫിറ്റ് അല്ലേ? ഹ്യൂജ് പ്രോഫിറ്റ്സ് അവർക്ക് ഇൻകർ ചെയ്യുന്നുണ്ടായിരിക്കും അവർ. ബട്ട് അക്കോർഡിംഗ് ടു ദി ഓൾഡ് ടാക്സേഷൻ റൂൾസ് ഇതിനെ അവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് 0% ടാക്സ് ആണ്. ദേ ആർ ഗെറ്റിംഗ് ഇൻകം ഫ്രം ഇന്ത്യ, ബട്ട് ദേ ഡോണ്ട് ഹാവ് ടു പേ ദി ടാക്സ്. ഓക്കെ, പക്ഷെ ഇവിടെ ആര് ടാക്സ് ചെയ്യുന്നുണ്ട്? സെയിം അഡ്വർടൈസിങ് കമ്പനി, ഇന്ത്യയിൽ ഇരിക്കുന്ന അഡ്വർടൈസിങ് കമ്പനി, വി ആർ പേയിങ് 30% ടാക്സ് അല്ലേ? ഇവിടെ ഒരു ഇക്വലൈസേഷൻ കൊണ്ടുവരാൻ, ഇവരെ രണ്ടുപേരെയും ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇക്വലൈസേഷൻ ലെവി കൊണ്ടുവന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിലും ഇഫ് ദേ ഹാവ് എന്താണ് ഇവർക്ക് ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു എക്കണോമിക് പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ടു പേ ദി ടാക്സ് ഇൻ ഇന്ത്യ. ഇതിനെയാണ് നമ്മൾ ഇക്വലൈസേഷൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ? ഇവർക്ക് 0% ടാക്സ് ആണെങ്കിൽ ഇവരുടെ പ്രൊഡക്ട്സ്, ഇവരുടെ സർവീസസ് വളരെ ചീപ്പർ ആയിരിക്കും. ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസസിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഇവരുടെ കൂടെ? ഇല്ല. അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇക്വലൈസേഷൻ ലെവി ഇന്ത്യ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. With reference to India's decision to levy an equalization tax of 6% on online advertisement services offered by the non-resident entities, which of the following statements could be correct? It is introduced as part of income tax. It is introduced as a part of income tax. ഇവിടെ ഇതായിരുന്നു തെറ്റ്. ഇവിടെ ഇൻകം ടാക്സ് അല്ല. It was introduced as a part of Finance Act of 2016. നിങ്ങൾക്ക് ഒരു രീതിയിൽ വേണമെങ്കിൽ ആലോചിക്കാം. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡയറക്റ്റ് ടാക്സ് അല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇക്വലൈസേഷൻ ലെവി ഒരു ഡയറക്റ്റ് ടാക്സ് ആണെന്ന്? ഡയറക്റ്റ് ടാക്സ് ആണോ? അങ്ങനെയും നമുക്കിവിടെ ആലോചിക്കായിരുന്നു. ഇക്വലൈസേഷൻ ലെവി എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഡയറക്റ്റ് എന്ന രീതിയിലും നമുക്ക് ആലോചിക്കായിരുന്നു. അപ്പോൾ അത് ഇൻകം ടാക്സ് ആക്ടിന്റെ പാർട്ടാവോ? ആവോ? ഇല്ല. അങ്ങനെയും നമുക്ക് ആലോചിച്ചിരുന്നെങ്കിൽ
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യായിരുന്നു. സെക്കൻഡ് വൺ, നോൺ റെസിഡന്റ് എൻറ്റിറ്റീസ് ദാറ്റ് ഓഫർ അഡ്വർടൈസ്മെന്റ് സർവീസസ് ഇൻ ഇന്ത്യ ക്യാൻ ക്ലെയിം എ ടാക്സ് ക്രെഡിറ്റ് ഇൻ ദെയർ ഹോം കൺട്രി. ഇക്വലൈസേഷൻ എന്ന് പറയുന്നൊരു ടേം മനസ്സിലാക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കോൺട്രഡിക്റ്റ് ചെയ്യുമല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി. നോൺ റെസിഡന്റ് എൻറ്റിറ്റീസിന് ഇവർ അഡ്വർടൈസ്മെന്റ് സർവീസസ് ഇന്ത്യക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അവർ ടാക്സ് പേ ചെയ്താലും അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എവിടെ കിട്ടും? അവരുടെ ഹോം കൺട്രിയിൽ അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ഇവിടെ പിന്നെയും ഈക്വൽ ആവുന്നുണ്ടോ? സ്റ്റിൽ ദേ ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു റെഡ്യൂസ് ദ പ്രൈസസ്. കാരണം അവർക്ക് ഇവിടെ ടാക്സ് കൊടുത്താലും അത് എവിടെ കിട്ടും? തിരിച്ചു കിട്ടും അവർക്ക്. അവരുടെ ഹോം കൺട്രിയിൽ അവർക്ക് തിരിച്ചു കിട്ടുവാണ്. ഇത് സമ്മതിക്കുമോ ഇന്ത്യ? ഇല്ല. കാരണം ഇപ്പോഴും ഫോറിൻ സർവീസസ് ചീപ്പറായി മാറുവാണ്. അപ്പോൾ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുമല്ലേ? ഇക്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുമല്ലേ ഇവിടെ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുവായിരുന്നു? തെറ്റായിരുന്നു. ആൻസർ എന്തായിരുന്നു? ആൻസർ എന്തായിരുന്നു? ഡി. രണ്ടും തെറ്റല്ലേ? ആദ്യത്തെ എന്താ പറഞ്ഞേ? നമ്മൾ അത് ഇൻകം ടാക്സ് പറഞ്ഞത് ഡയറക്റ്റ് ടാക്സ് ആണ്. ആ രീതിയിൽ ആലോചിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഇതൊക്കെ കത്തണം. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ സർവീസസിന്റെ മേളിലാണ് ഇത് ടാക്സ് ചെയ്യുന്നത്. ആ രീതിയിലും ചിന്തിക്കാം. യെസ്, ആ രീതിയിലും ചിന്തിക്കാം. ഇതിനകത്തൊരു ചാൻസ് ഉണ്ട്, ആ ഒരു ആക്ട് തെറ്റാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ആൻസർ ഡി ആണ് വന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാകാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? കാരണം മോസ്റ്റ് പ്രോബബ്ലി ഐ വോണ്ട് ടേക്ക് ദി ആൻസർ ഇസ് ഡി. നമ്മൾ കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് റോങ് ആക്കി വെച്ചാൽ ആ ക്വസ്റ്റിന് തന്നെ വാല്യൂ ഇല്ലാണ്ടാവും. അങ്ങനെ ഞാൻ ചിന്തിക്കും. അപ്പം ഞാനിതിനകത്ത് ആ രീതിയിലും ചിന്തിക്കുക. ഒരു എക്സാമിനർ ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അതിനകത്ത് ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് 2-3 സ്റ്റേറ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഡി എനിക്ക് ഉറപ്പാണെങ്കിൽ മാത്രമേ ഞാൻ ഡി മാർക്ക് ചെയ്യത്തുള്ളൂ. അതർവൈസ് ഐ വിൽ ഗോ വിത്ത് സം അതർ ആൻസർ. എനിക്ക് 100% ഷുവർ ആണ് ആൻസർ ഡി ആണെങ്കിൽ ഞാൻ ഡിയിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിലൊരു അൺഫെയർ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈക്വലൈസേഷൻ ലെവി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ നോക്കേണ്ടത് ഗാഫ ടാക്സിനെ കുറിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇതിനൊരു ലാർജർ കോൺസെപ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് BEPS, ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിങ്. അങ്ങനെ ഒരു ലാർജർ കോൺസെപ്റ്റിന് അകത്ത് വരുന്നൊരു ടോപ്പിക്കാണിത്. നിങ്ങൾ അതാണ് പോയി പഠിക്കേണ്ടത്. ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിങ് എന്താണ് നിങ്ങൾ പോയി പഠിക്കണം. ഗാഫ ടാക്സ് ആരുടെയാണ്? ഗാഫ ടാക്സ് ഏത് കൺട്രിയാണ്? ഏത് കൺട്രിയാണ്? ഫ്രാൻസ്. ഗാഫ, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക് ആൻഡ് ആമസോൺ. മിനിമം ടാക്സ് ട്രീറ്റിയും കൂടെ പഠിച്ചു വെച്ചേക്കണേ. ഗ്ലോബൽ മിനിമം ടാക്സ് ട്രീറ്റി, ഗ്ലോബൽ മിനിമം ടാക്സ് ട്രീറ്റിയും കൂടെ നോക്കി വെച്ചേക്കണം. അടുത്ത ചോദ്യം, 10 ചോദ്യം നോക്കാം, എന്നിട്ട് നിർത്താം. അടുത്ത ദിവസം സ്പീഡ് കൂട്ടി ഞാൻ. ഫ്രാൻസ്. ഓക്കെ, അടുത്ത ദിവസം മുതൽ നമ്മളൊരു 25 ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കും. ഓക്കെ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഐ വിൽ ഗിവ് യു 30 seconds. വായിച്ചു കഴിഞ്ഞോ എല്ലാവരും? വേഗം വായിച്ചോ. കിട്ടിയ ആൻസർ എന്താ? ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും നിങ്ങൾക്ക് അറിയേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഏത് സ്റ്റേറ്റ്മെന്റാ? എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലായിരുന്നു നിങ്ങൾ അറിയേണ്ടത്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നിങ്ങൾ അറിയേണ്ടത്. അത് ഡയറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഏത് ആർട്ടിക്കിൾ ഏതാണ്? ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദി സ്റ്റേറ്റ് ടു ടേക്ക് ദി സെൻട്രൽ ഗവൺമെന്റ്സ് കൺസെന്റ് ഫോർ റേസിംഗ് എനി ലോൺ ഇഫ് ദി ഫോമർ ഓസ് എനി ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് ടു ദി ലാറ്റർ.
ഇത് നിങ്ങൾ പഠിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നോളജ് അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അക്കോർഡിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് തെറ്റായിട്ട് എടുത്താൽ നിങ്ങൾക്കും തെറ്റും. പക്ഷെ ഇത് പഠിക്കുന്നതാണല്ലേ. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 293 ക്ലോസ് 3. ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോൺ എടുക്കണമെങ്കിൽ ഇറ്റ് കുഡ് ഹാപ്പൻ ഓൺലി വിത്ത് ദി കൺസെന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. ആർട്ടിക്കിൾ 293 ക്ലോസ് 3 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശരിയാക്കി എടുക്കണം. ഇനി അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത്, നമ്മൾ ഇതുവരെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡേറ്റ വരുവാണെങ്കിൽ there is a possibility that one of the data could be correct and the other data could be wrong. എല്ലാ ഡേറ്റയും തെറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും റിസർച്ച് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇടുമല്ലേ. വൺ ഓഫ് ദി ഡേറ്റ കുഡ് ബി കറക്റ്റ്. അപ്പം ഇതിനകത്ത് കളയാവോ? 1ഉം 2ഉം അത് ഞാൻ പറയട്ടെ. 1ഉം 2ഉം രണ്ടിലും ഡേറ്റയുണ്ട്. എനിക്ക് അറിയത്തില്ല ആ ഒരു ഗവൺമെന്റ് ഡെപ്റ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് തീമാണ്. എഴുതി വെച്ചോ. വേണ്ടേ 2019 ചോദിച്ച മോസ്റ്റ് ഓഫ് ഇന്ത്യസ് എക്സ്റ്റേണൽ ഡെപ്റ്റ് ഈസ് ഓൾഡ് ബൈ ദി ഗവൺമെന്റ് എൻറ്റിറ്റീസ്. 2018 ഓൾറെഡി ചോദിച്ചു. അതിന്റെ റെപ്പിറ്റേഷൻ ആണ് 2019 ചോദിച്ചേക്കുന്നത്. ഗവൺമെന്റിന്റെ ഡെപ്റ്റ് പ്രൊഫൈൽ എക്കണോമിക് സർവേയിൽ ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഗവൺമെന്റ് ഡെപ്റ്റ് പ്രൊഫൈൽ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇതിനകത്ത് FRBM റിവ്യൂ കമ്മിറ്റി ആരാണ് ഇത് ചെയർപേഴ്സൺ? NK സിംഗ് അല്ലേ. FRBM റിവ്യൂ കമ്മിറ്റി റെക്കമെൻഡഡ് a debt to GDP ratio of 60% for the general government by 2023, comprising 40% for the central government and 20% for the state government. ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അതിന്റെ ഡെപ്റ്റ് GDP റേഷ്യോ എത്രയായിരിക്കണം? സെൻട്രൽ ഗവൺമെന്റിന് ഷുഡ് ബി 40% ആൻഡ് ഇറ്റ് ഷുഡ് ബി 20% ഫോർ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദി സെൻട്രൽ ഗവൺമെന്റ് ഹാസ് എ ഡൊമസ്റ്റിക് ലയബിലിറ്റി ഓഫ് 21% ഓഫ് ദി GDP കമ്പയർഡ് ടു ദി 49% ഓഫ് ദി GDP ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതിനകത്ത് വേറൊരു സംഭവം എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? രണ്ട് സ്റ്റേറ്റ്മെന്റും ലിങ്ക് ചെയ്തൊന്ന് വായിച്ചു നോക്കിയേ. അടുത്തൊരു രീതിയാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പം ട്രൈ ടു ഇന്റർലിങ്ക് ദി സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും എടുക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ സ്റ്റേറ്റ്മെന്റ്സിനെ ഇന്റർലിങ്ക് ചെയ്യാൻ പറ്റുന്നോ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കൂടിയും ഇത് കോൺട്രഡിക്ടറി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഡേറ്റ ഒന്നും വേണ്ട. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഡെപ്റ്റ് ടാർഗറ്റ്സ് 40%, സ്റ്റേറ്റ് ഗവൺമെന്റ് 20% ആണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് സെൻട്രൽ ഗവൺമെന്റിന് എന്താ പറയുന്നത്? അവരുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ലയബിലിറ്റി എന്ന് പറയുന്നത് 21% ഓഫ് ദി GDP, സ്റ്റേറ്റ് ഗവൺമെന്റിന് 49% ഓഫ് ദി GDP ആണ്. നേരെ ഉൾട്ടയായില്ലേ? ഇപ്പോൾ ടാർഗറ്റ് നേരെ തിരിച്ചായി, പക്ഷെ റിയാലിറ്റി നേരെ ഉൾട്ടയായി. ഇപ്പൊ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇന്റർ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഇത് രണ്ടും ശരിയാവുമോ? ഇതിനകത്ത് ഒരെണ്ണമല്ലേ ശരിയാവത്തുള്ളൂ. ഇനി അത് ഏതാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കോൺട്രഡിക്ടറി ആയതുകൊണ്ട് 2 and 3, 1, 2 and 3 നിങ്ങൾക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാമല്ലോ. 50-50 വന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, സെൻട്രൽ ഗവൺമെന്റ് ലയബിലിറ്റി ആയിരിക്കത്തില്ലേ കൂടുതൽ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കുമോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കുമോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് ബേസിക് നോളജ് അല്ലേ, നമ്മുടെ കോമൺ സെൻസ് അല്ലേ ഇത്? സെൻട്രൽ ഗവൺമെന്റ് ലയബിലിറ്റി ആയിരിക്കും കൂടുതൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ലയബിലിറ്റി ആയിരിക്കും കുറവ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റല്ലേ? വാട്ട് വാസ് ദി ആൻസർ? 1 and 3. ഇനി ഇതിനകത്ത് പ്രശ്നം പറ്റാൻ പോകുന്നത് നിങ്ങൾക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റിലായിരിക്കും. നിങ്ങൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടും അത് തെറ്റിടും. നമുക്ക് ആർട്ടിക്കിൾ 108 ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ 109 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 293 ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. Last question. Consider the following statements. I'll give you 30 seconds. Time's up. എന്താ ആൻസർ? ഏതാണ്? 1 only. കിട്ടുമായിരുന്നോ? ഇനി ഒരു കാണിച്ചു തരാം. എഡിബിൾ ഓയിൽ, അഗ്രികൾച്ചറൽ എക്കണോമി. എഡിബിൾ ഓയിൽസ് മാത്രം എത്ര ചോദ്യം ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ. Among the agricultural commodities imported by any which one of the following accounts for the highest imports?
2019 ചോദിച്ചാണ് വെജിറ്റബിൾ ഓയിൽസ്, വീണ്ടും റിപ്പീറ്റഡ് ആയി. അടുത്ത 2020 ഇൻ ദി കേസ് ഓഫ് ഓൾ സെറിയൽസ്, പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ്. 2020 അടുത്ത ചോദ്യം. 2024 ഉണ്ട് റിപ്പീറ്റഡ് ആയിട്ട് എഡിബിൾ ഓയിൽസ്. ഇതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറൽ എക്കണോമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീം അതാണ്, അഗ്രികൾച്ചറൽ എക്കണോമി, എഡിബിൾ ഓയിൽസ്. അതിനകത്ത് എന്താണ് ഒരു ട്രെൻഡും കൂടെ മനസ്സിലാക്കി വെച്ചേക്കണം. ആൻഡ് ഹൂ ഇസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് ദി ലാർജസ്റ്റ് ഇമ്പോർട്ടർ. എക്കണോമിക് സർവേയിൽ മോസ്റ്റ്ലി കവേർഡ് ആവും ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽസ് ഈസ് മോർ ദാൻ ദി ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് എഡിബിൾ ഓയിൽസ് ഇൻ ദി ലാസ്റ്റ് 5 years. നമ്മുടെ ഇത് നമുക്ക് അറിയണം. ഇപ്പം നമുക്ക് അറിയത്തില്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ തെറ്റിച്ചെടുക്കാനൊരു സാധ്യതയുണ്ടല്ലേ. ഇത് ലാസ്റ്റ് 5 yearsലും ഇങ്ങനെയാണോ? അല്ല, നമ്മൾ ഹിസ്റ്റോറിക്കലി എന്താണ്, വി ഹാഡ് ബീൻ ആൻ ഇമ്പോർട്ടിംഗ് കൺട്രി. നമ്മൾ നമ്മുടെ 55 to 60% നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കുഡ് സാറ്റിസ്ഫൈ ഓൺലി അപ് ടു 40 to 45% മാത്രമേ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ഈ ഹിസ്റ്റോറിക്കലി ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റും. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇഫ് ദി ഗവൺമെൻറ് ഡസ് നോട്ട് ഇമ്പോസ് എനി കസ്റ്റം ഡ്യൂട്ടി, ഇവിടുത്തെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യത്തില്ല ഇത്. അവർ ഓയിൽ വിൽ ബി വെരി എക്സ്പെൻസീവ് ഇൻ ദി ഗ്ലോബൽ മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ചെയ്യുമോ? ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സ്ട്രീം ആണല്ലേ. ഡസ് നോട്ട് ഇമ്പോസ് എനി കസ്റ്റം ഡ്യൂട്ടി ഓൺ, അത് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കിയേ, ഫ്രെയിം ചെയ്തേക്കുന്നതാണെന്ന് മനസ്സിലായത്. എനി കസ്റ്റം ഡ്യൂട്ടി ഓൺ ഓൾ ദി ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽ ആസ് എ സ്പെഷ്യൽ കേസ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലെയായി ഇതല്ലേ. എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമുക്ക് എവിഡൻ്റ് ആയിരിക്കും ചില സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാണ്, അത് പിക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആസ് എ സ്പെഷ്യൽ കേസൊക്കെ ഓഗ്മെൻറ്റഡ് ആണ്, അത് കറക്റ്റാണ്. ഇതിൻ്റെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ തെറ്റിക്കാൻ വേണ്ടി ദി എക്സാമിനർ ഹാസ് മെയ്ഡ് ഇറ്റ് വെരി ഒബ്വിയസ് ദാറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഹിസ്റ്റോറിക്കലായിട്ട് ഇന്ത്യ ഒരു ഇമ്പോർട്ടർ ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. 2019 തന്നെ ചോദിച്ച ലാർജസ്റ്റ് ഇമ്പോർട്ടിംഗ് സംഭവം അടുത്ത വർഷം ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് അടുത്ത വർഷം തന്നെ നമുക്ക് ചോദിച്ച ചോദ്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ടത് എന്താണ്, എഡിബിൾ ഓയിൽസിനെ കുറിച്ച് പഠിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അഗ്രികൾച്ചറൽ എക്കണോമി. നമുക്ക് 2 ചോദ്യം അല്ലെങ്കിൽ 3 ചോദ്യം ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ എൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത സെഷൻസ് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ നേരത്തെ ആക്കാം. മൈറ്റ് ബി ഒരു 6:30, 7 o'clock ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു 9 o'clock വരെ പോവാം. ഓക്കെ, ഒരു 20-25 ക്വസ്റ്റ്യൻസ് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് എങ്കിലും സോൾവ് ചെയ്യണം ഒരു സെഷനിൽ. ഇന്ന് ഇത്തിരി സ്ലോ ആയിട്ടാണ് പോയത്. പക്ഷേ 2 വർഷത്തെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. 2018-ഉം 2019-ഉം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേ പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 വർഷം കുറച്ച് സ്ലോ ആയിട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാം. ഓക്കെ, ഓൺലൈൻ സ്റ്റുഡൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന ഒരു കാര്യം ആലോചിച്ച് വെച്ചോണം. ഇങ്ങനെ ക്യാമറ ഓഫാക്കി ഇരിക്കാനാണെങ്കിൽ ഇതിനകത്ത് ആരും ജോയിൻ ചെയ്യണ്ട. ഓക്കെ, ഓക്കെ ആണോ? വിട്ടാലോ? താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ. ഓക്കെ, എനിക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ. ആ ഗ്രൂപ്പിൽ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണും. ടെലഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക, അവോയ്ഡ് വാട്സാപ്പ്. ടെലഗ്രാമിൽ എൻ്റെ ID-യിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.